Good evening, dear friends and dear doctors. ആദ്യമായി തന്നെ KGMOA Thiruvananthapuram, IAP Thiruvananthapuram ഇതിന് മോഡറേറ്റ് സെഷന് മോഡറേറ്റ് ചെയ്യാനായിട്ട് എന്നെ വിളിച്ചില്ല, നന്ദി പറയുന്നു ആദ്യമായി തന്നെ. മാത്രമല്ല ഈ ഒരു അനന്തപുരി CME ഇങ്ങനെ ഒരു ടോപ്പിക്സ് എടുത്ത് കണ്ടക്ട് ചെയ്യുന്നതിന് വളരെ പ്രധാനമുള്ളൊരു കാര്യം തന്നെയാണ്. കാരണം പുതിയ ലേറ്റസ്റ്റ് ആയിട്ട് ട്രീറ്റ്മെന്റ് വരുന്നുണ്ട്, പല ലെവലിലേക്ക് നമുക്ക് എത്തുന്നുണ്ട്. നമുക്ക് ആവശ്യമുള്ളത് എന്ത് കൊള്ളണം എന്ത് തള്ളണം എന്ന് പലപ്പോഴും നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. ബുക്കുകൾ വായിച്ചാൽ തന്നെ അല്ലെങ്കിൽ ലിറ്ററേച്ചർ നോക്കുമ്പോൾ ജേർണൽ വായിച്ചാലും ഒരുപാട് കാര്യങ്ങൾ കാണാം. അതിൽ എന്ത് നമുക്ക് പ്രാക്ടിക്കലായിട്ട് നമ്മുടെ പ്രാക്ടിക്കൽ ആസ്പെക്റ്റിൽ കൊണ്ടുവരാം എന്നുള്ളത് വളരെ പ്രയാസമായിരിക്കും. അത് നമ്മളൊരു എക്സ്പേർട്ടിന്റെ മുന്നിൽ നിന്ന് തന്നെ കേൾക്കേണ്ടി വരും. ഡോക്ടർ അരുൺ സാറ് പറഞ്ഞതുപോലെ ഡോക്ടർ പൊന്നി കൃഷ്ണൻ ആണ് ഇന്നത്തെ ടോപ്പിക് പ്രസന്റ് ചെയ്യുന്നത്. ആൻഡ് ദ ടോപ്പിക് ഈസ് വൈറൽ ഹെപ്പറ്റൈറ്റിസ്, വാട്ട് ഈസ് ന്യൂ, that is approach to diagnosis and treatment. Namakariam and Dr. Ponni madam, she took her MBBS and DM from Government Medical College Thiruvananthapuram and MD from Government Medical College Salem. And madam routinely do OGD scopy, that is upper G endoscopy, colonoscopy, ERCP and fibroscan in our hospital. And her special area of interest is hepatology. That is pertaining to the liver, and she has presented many topics and many in various national journals and chaired so many CMEs. നമുക്ക് എല്ലാവർക്കും അറിയാം, ക്ലിനിക്കലി വൈറൽ ഹെപ്പറ്റൈറ്റിസ് ഒരുപാട് ടൈപ്പ് ഉണ്ട്. അല്ലെ വൈറൽ ഹെപ്പറ്റൈറ്റിസ് എ നമുക്കൊന്നും വലിയ കൺഫ്യൂഷൻ ഉണ്ടാകുന്ന കാര്യമല്ല, ട്രീറ്റ്മെന്റ് ഒക്കെ അറിയാം. പക്ഷെ ബിയും സിയും വരുമ്പോൾ നമ്മൾ ഒരു പേഷ്യന്റ് HBsAg പോസിറ്റീവ് റിപ്പോർട്ട് കൊണ്ടുവരുന്നുണ്ട്, ഇനി എന്ത് ഒരു വലിയ ക്വസ്റ്റ്യൻ മാർക്കാണ്. അല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് C കൊണ്ടുവരുന്നുണ്ട്, റിപ്പോർട്ട് വരുന്നുണ്ട്, ഇനി എന്ത് ചെയ്യണം, നമ്മളവിടെ സ്റ്റക്ക് ചെയ്യണം. പേഷ്യനെ റെഫർ ചെയ്യണോ, പേഷ്യൻ എന്തെങ്കിലും ചെയ്യണോ, ട്രീറ്റ്മെന്റ്, നമുക്ക് കൺഫ്യൂഷൻ ഉള്ളത് തന്നെയാണ്. കാരണം റുട്ടീനിൽ കാണുന്നത് ഇറ്റ്സ് വെരി കോമൺ ഡിസീസ്. ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത് വെരി കോമൺ ഡിസീസ് ആണ്. നമുക്ക് അറിയാവുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നൗ വി ഹാവ് എ നാഷണൽ പ്രോഗ്രാം, ദാറ്റ് ഇസ് നാഷണൽ വൈറൽ ഹെപ്പറ്റൈറ്റിസ് കൺട്രോൾ പ്രോഗ്രാം ഉണ്ട്. അതിന്റെ എയിം എന്ന് വെച്ചാൽ ഹെപ്പറ്റൈറ്റിസ് C 2030 എലിമിനേറ്റ് ചെയ്യാന്നുള്ളതാണ്. ഹെപ്പറ്റൈറ്റിസ് സിയുടെ 2000, ബിക്കോസ് വി ഹാവ് എ വെരി ഗുഡ് ട്രീറ്റ്മെന്റ്, നല്ല 95% എഫിക്കസി ഉള്ള ട്രീറ്റ്മെന്റ് ഉണ്ട്. ട്രീറ്റ് ചെയ്തതിൽ ഡെഫിനറ്റ്ലി പേഷ്യന്റ് നല്ല സിഗ്നിഫിക്കന്റ് നമ്പർ ഓഫ് പേഷ്യന്റ് മേ എൻ്റർ ഇൻടു ഹെപ്പറ്റോസെല്ലുലർ ഫെയിലർ, സിറോസിസ് ആൻഡ് ഹെപ്പറ്റോസെല്ലുലർ കാർസിനോമ. മാത്രമല്ല പലപ്പോഴും നമുക്ക് ക്ലിനിക്കിൽ പറ്റുന്നുണ്ട് എന്തെങ്കിലും ആക്സിഡന്റൽ നീഡ്ലിംഗ് ഇഞ്ചുറി പറ്റിയിട്ടുണ്ട്. അപ്പോഴാണ് നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ഗ്യാസ്ട്രോഎൻട്രോളജിസ്റ്റിനെ കാണുന്നത്, അന്വേഷിക്കുന്നത് എന്തെങ്കിലും ഹെപ്പറ്റൈറ്റിസ് സിയോ ബിയോ അതിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ആക്സിഡന്റൽ നീഡ്ലിംഗ്. മാത്രമല്ല ഒരു അൾട്രാസൗണ്ട് റിപ്പോർട്ട് വന്ന് ഫാറ്റി ലിവറിന് ചേഞ്ച് ചെയ്യുന്നുണ്ട്, ഇത് നമ്മൾ എങ്ങനെ പ്രൊസീഡ് ചെയ്യാൻ പറ്റും. ഇതെല്ലാം നമുക്ക് ഒത്തിരി സംശയമുണ്ട്. ഇതെല്ലാം നമുക്ക് എൻലൈറ്റൻ ചെയ്യാൻ വി ഹാവ് ആൻ എമിനന്റ് സ്പീക്കർ, ഡോക്ടർ പൊന്നി കൃഷ്ണൻ ഫ്രം ജനറൽ ഹോസ്പിറ്റൽ തിരുവനന്തപുരം, കൺസൾട്ടന്റ് ഗാസ്ട്രോളജിസ്റ്റ്. Over to you, madam. Thank you, sir. Thank you for the kind words. Good evening to all. Am I audible? Yes, audible. Yes. Sir, at the outset, I would like to extend my sincere gratitude to IAP and KGMOA for giving me an opportunity to present in this platform, especially Arun sir and Bennett sir. Sir, my topic is what is new in viral hepatitis. So, ഈ ടോപ്പിക് കൊണ്ട് നമ്മൾ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് സജിത് സാർ പറഞ്ഞതുപോലെ നമുക്ക് റീസെന്റ് ആയിട്ട് നാഷണൽ ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത നാഷണൽ വൈറൽ ഹെപ്പറ്റൈറ്റിസ് കൺട്രോൾ പ്രോഗ്രാം, അത് ജൂലൈ 28, 2018 നാഷണൽ പ്രോഗ്രാം ആയിട്ട് ലോഞ്ച് ചെയ്തത്. സോ നാഷണൽ പ്രോഗ്രാം ജൂലൈ 28 പ്രത്യേകത എന്ന് പറയുന്നത് വേൾഡ് ഹെപ്പറ്റൈറ്റിസ് ഡേ ആണ്. അപ്പം 2018 ലോഞ്ച് ചെയ്ത പ്രോഗ്രാം ആണ്. കോവിഡും പല ഇഷ്യൂസ് കാരണം നമ്മുടെ സ്റ്റേറ്റിൽ അത് ലോഞ്ച് ചെയ്തത് 2020. അപ്പൊ പ്രധാനമായിട്ടും എന്തൊക്കെയാണ് ആ വൈറൽ ഹെപ്പറ്റൈറ്റിസ് കൺട്രോൾ പ്രോഗ്രാമിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ ഫെസിലിറ്റീസ്, ട്രീറ്റ്മെന്റ് ഫെസിലിറ്റീസ്, അതാണ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. സോ ഗോയിങ് ഇൻ ടു ദ ടോപ്പിക്. So the term itis basically means inflammation. So hepatitis means it is an inflammation of the liver, which can be due to a wide variety of causes or factors. So the most common cause is mainly infection with a hepatotropic virus. So hepatotropic viruses are those viruses which has got a special preference for liver. They mainly harbor in the liver and injure the liver cells. So that is the most common cause of hepatitis. So other causes are, so most importantly, next one is alcohol, then drugs,
then ischemia and other infections other than hepatotropic viruses. So viruses other than hepatotropic viruses like Epstein-Barr virus, herpes simplex virus, cytomegalovirus, etc. Then parasites, bacteria, etc. So these are the common causes of hepatitis. Of this, we are focusing mainly on hepatitis viruses today. So that includes hepatitis A to E viruses. So all of you know the hepatitis A is transmitted mainly through fecal-oral route, and B, C, and D is mainly transmitted through parental route. So we are focusing not much on hepatitis B because it is an incomplete virus that has not that cannot exist on its own. It needs B for its existence. So we are not focusing anything on D. We are mainly focusing on A, E, B, and C. So common presentations of viral hepatitis, it can be either acute or chronic. So acute is anything which has got less than 6 months duration, and hepatitis A and E are the main viruses which are presenting as acute hepatitis, and hepatitis B to a certain extent presents acutely. And chronicity is the nature of B, D, and C viruses. Usually hepatitis C virus acute presentation വളരെ rare ആണ്. Chronic presentation ആണ് usually കാണുന്നത്. Acute എന്ന് പറയുമ്പോൾ usually നമ്മൾ ഉദ്ദേശിക്കുന്നത് എയും ഇയും ആണ്, and to a certain extent hepatitis B virus also. So as if any acute viral hepatitis, there are 3 main phases. One is a prodromal phase that includes non-specific symptoms like malaise, fever, fatigue, vomiting, jaw arthralgia, etc., which lasts for a few days only. It will be followed by the icteric phase. Patient will have jaundice, dark urine, light stools, etc., which can last for a few days to weeks. And next one is the convalescent phase, which has got a gradual recovery. It is a recovery period which can last for a few days to weeks. So whenever a patient presents with features of acute viral hepatitis, we have to always think of the other differential diagnosis. That includes other systemic infections like malaria, dengue, leptospirosis. So recently we are seeing so many cases of scrub typhus. Scrub typhus Trivandrum district വളരെ common ആണ്. അപ്പം scrub typhus നമ്മൾ മിക്കവാറും ഒരു polystatic pattern ആണ് കാണുന്നത്. Bilirubin elevation will be there, ALP elevation will be there. Alkaline phosphatase usually 1000-ന് മുകളിൽ elevation കാണും, bilirubin elevation കാണും. പക്ഷെ നമ്മൾ അൾട്രാസൗണ്ട് ചെയ്യുമ്പോഴത്തേക്കും ഒബ്സ്ട്രക്ഷന്റെ ഫീച്ചേഴ്സ് ഒന്നും കാണത്തില്ല. Once നമ്മൾ scrub typhus treat ചെയ്ത് കഴിയുമ്പോഴത്തേക്കും automatically a cholestatic pattern will come down. So this dengue, leptospirosis, scrub typhus always should come in the differential diagnosis. And other things include drug-induced liver injury and biliary obstruction. So examination wise, we have to look for icterus, then tender hepatomegaly. Then some cases you can see mild splenomegaly. That is not necessary, but some cases you can see mild splenomegaly also. So when a jaundiced patient presents, what are the indicators that this patient having a features of acute viral hepatitis? So one is prodromal features, especially this loss of appetite, nausea, vomiting, etc. And then next one is epidemiological setting, occurs to a large person in a hostel or some like that settings. So next is seasonal outbreaks. These are all suspicious of acute viral hepatitis. Then minor nature of fever, abdominal pain, etc. The most striking feature is sudden onset of conjugated hyperbilirubinemia. That is, these prodromal symptoms കാണും. അത് കഴിഞ്ഞ് icterus ആയിട്ട് നോക്കുമ്പോഴത്തേക്കും there will be sudden onset conjugated hyperbilirubinemia and with marked elevation of ALT, AST. So ALT, AST elevation എന്ന് പറയുമ്പോഴത്തേക്കും ALT will be more than AST. That is, SGPT levels will be more elevated than SGOT with more than 10-fold upper limit of normal. Sometimes it can go up to 150 times. അതായത് നമ്മൾ ഒരു LFT നോക്കുമ്പോഴത്തേക്കും OTPT ലെവൽസ് more than 1000 ആണെങ്കിൽ we have only very few differential diagnosis. More than 1000 OTPT വന്നു കഴിഞ്ഞാൽ നമുക്ക് acute viral hepatitis അല്ലെങ്കിൽ ischemic hepatitis, autoimmune hepatitis അല്ലെങ്കിൽ drug induced hepatitis. അപ്പൊ നമ്മുടെ differential diagnosis ഒരു 4 to 5 ലിമിറ്റഡ് ആണ്. അപ്പൊ ഇത്രയും കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഈ കോസസ് എല്ലാം എക്സ്ക്ലൂഡ് ചെയ്യണം. Always don't forget to ask about the hepatotoxic drugs, some complementary and alternative medicines. Sometimes patients will not reveal. അപ്പോൾ നമ്മൾ വീണ്ടും ഹിസ്റ്ററി ചോദിക്കുമ്പോഴായിരിക്കും ഇങ്ങനെ ഓൾട്ടർനേറ്റീവ് മെഡിസിൻ അല്ലെങ്കിൽ ഡ്രഗ്സ്, ഒറ്റമൂലി അതുപോലുള്ള ഹിസ്റ്ററി എല്ലാം പേഷ്യൻസ് പറയുന്നത്. അപ്പൊ എപ്പോഴും നമ്മൾ അക്യൂട്ട് വൈറൽ ഹെപ്പറ്റൈറ്റിസ് കണ്ടു കഴിഞ്ഞാലും ബാക്കിയുള്ള കോസസ് എക്സ്ക്ലൂഡ് ചെയ്യണം. So investigation wise, it includes liver function tests, bilirubin, serum bilirubin, that is routine liver function test. Then PTINR, that is very important.
Then viral serology, that includes IgM anti-HIV, IgM anti-HIV, and hepatitis surface antigen. And acute hepatitis, you also have to do IgM anti-HBC. Then ultrasound will help to distinguish biliary obstruction. Ultrasound is mainly done to rule out a biliary obstruction. So coming to treatment, all of you know there are only supportive measures. Antiviral drugs and usually hepatoprotective drugs have no role. And dietary restrictions. മിക്കവാറും പേഷ്യൻസിനുള്ള സംശയമാണ് ഉപ്പ് കഴിക്കാമോ അല്ലെങ്കിൽ മഞ്ഞൾ അങ്ങനെയൊക്കെയുള്ള ഡൗട്ട്സ് വരും. അപ്പൊ ഡയറ്ററി റെസ്ട്രിക്ഷൻസിന് that has got no role. Especially it can lead to malnutrition and electrolyte imbalance. Sometimes usually നമ്മൾ നേരത്തെ ഫാറ്റി ഫുഡ്സ് അവോയ്ഡ് ചെയ്യണം എന്ന് പറയാറുണ്ട്. പക്ഷെ അങ്ങനെ യാതൊരു തരത്തിലുള്ള റെസ്ട്രിക്ഷൻസും ഇല്ല. പേഷ്യന്റ് ക്യാൻ ടേക്ക് ഓൾ സോർട്ട് ഓഫ് ഡയറ്റ്. Then only supportive measures. പേഷ്യൻസിന് വോമിറ്റിംഗ് ഉണ്ടെങ്കിൽ അതിന്റെ മാനേജ്മെന്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം മതി. There is no need for bed rest or marked restriction of physical activity. Acute viral hepatitis, hepatitis എയുടെ കാര്യത്തിൽ മിക്കവാറും നമ്മളൊരു എൻഡമിക് ഏരിയ ആണ്. യൂഷ്വലി ചിൽഡ്രനിലും ഒക്കെയാണ് സബ്ക്ലിനിക്കൽ ആയിട്ടായിരിക്കും ഇൻഫെക്ഷൻ, അവർ മൈൽഡർ നേച്ചർ മാത്രമേ ഉള്ളൂ. അഡൾട്ട്സിൽ എസ്പെഷ്യലി ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ഓൾഡ് ഏജിലൊക്കെ വന്നു കഴിഞ്ഞാലാണ് കുറച്ചുകൂടെ സിവിയർ ആയിട്ട് വരാനുള്ള ഇത്. സോ അക്യൂട്ട് വൈറൽ ഹെപ്പറ്റൈറ്റിസ് 99% കേസസിലും എസിംറ്റമാറ്റിക് ഒരു വലിയ കോംപ്ലിക്കേഷൻസ് ഇല്ലാതെ ആയിരിക്കും പോകുന്നത്. ഒരു 1% താഴെ കേസസിലാണ് കോംപ്ലിക്കേഷൻസ് വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള കേസസ് ഏർലി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യുക, റെഫർ ചെയ്യുക എന്നുള്ളിടത്താണ് നമ്മളുടെ ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് സ്ട്രെസ് ചെയ്യാന്നുള്ളത്. അതായത് ഏർലി ഐഡന്റിഫിക്കേഷൻ ഓഫ് അക്യൂട്ട് ലിവർ ഫെയിലിയർ. പേഷ്യൻസ് ഗോയിങ് ഇൻ ഫോർ അക്യൂട്ട് ലിവർ ഫെയിലിയർ എത്രയും ഏർലി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. അതായത് നോ പ്രീ എക്സിസ്റ്റിംഗ് ക്രോണിക് ലിവർ ഡിസീസ് ഉള്ള പേഷ്യന്റിൽ, അതായത് ദേ ആർ പ്രസന്റിംഗ് വിത്ത് ജോണ്ടിസ്, ഹെപ്പാറ്റിക് എൻസെഫലോപ്പതി ആൻഡ് പ്രൊലോങ്ഡ് പ്രോത്രോംബിൻ ടൈം. വി നീഡ് ബോത്ത് ഫീച്ചേഴ്സ് ഓഫ് ഹെപ്പാറ്റിക് എൻസെഫലോപ്പതി ആൻഡ് കൊയാഗുലോപ്പതി അലോങ് വിത്ത് ജോണ്ടിസ് ഫോർ ഐഡന്റിഫൈങ് ALF. അപ്പം എങ്ങനെയാണ് സിവിയർ കേസസ് അക്യൂട്ട് ലിവർ ഫെയിലറിലോട്ട് പോകുന്നുണ്ടോ നോക്കാനായിട്ട് വി ഹാവ് ടു വാച്ച് ഫോർ സബ്റ്റിൽ സൈൻസ് ഓർ മിനിമൽ ഹെപ്പാറ്റിക് എൻസെഫലോപ്പതിയുടെ ഫീച്ചേഴ്സ് ഉണ്ടോ എന്ന് നോക്കുക. അതായത് ഓൾട്ടേഡ് സ്ലീപ്പ് പാറ്റേൺ ഉണ്ട്, അതായത് ഡേ ടൈം സ്ലീപ്പ്നെസ് ഉണ്ടോ, സബ്റ്റിൽ ലോസ് ഓഫ് മെമ്മറി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നോക്കുക. എക്സാമിനേഷൻ വൈസ് ക്ലാപ്പിംഗ് ട്രമേഴ്സ് ഉണ്ടോ നോക്കുക, അസ്ട്രിക്സിസ് ഉണ്ടോ നോക്കുക. അതുപോലെ തന്നെ ലിവർ സൈസ്, നമുക്കറിയാം ഹെപ്പറ്റൈറ്റിസ് വരുമ്പോഴത്തേക്കും ഇറ്റ് ഈസ് ആൻ ഇൻഫ്ലമേഷൻ, ലിവർ സൈസ് യൂഷ്വലി കൂടും. അപ്പൊ സഡൻ ഷ്രിങ്കേജ് ഓഫ് ലിവർ സൈസ് ഉണ്ടെങ്കിൽ ദാറ്റ് മീൻസ് പേഷ്യന്റ് ഈസ് ഗോയിങ് ഇൻ ഫോർ ALF. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നോക്കുക. അപ്പൊ മെയിൻ ആയിട്ട് ALF, അതുപോലെ തന്നെ PTINR. നമ്മൾ LFTയിൽ ഏറ്റവും ഫോക്കസ് ചെയ്യേണ്ടത് INR ആണ്. പേഷ്യന്റിന് കൊയാഗുലോപ്പതി ഉണ്ടോ എന്നുള്ളത് നോക്കുക. അപ്പൊ INR മോർ ദാൻ 1.5 ആണെങ്കിൽ യു ഹാവ് ടു കെയർഫുള്ളി വാച്ച് ദ പേഷ്യന്റ് വെദർ ദേ ആർ ഗോയിങ് ഇൻ ഫോർ കൊയാഗുലോപ്പതി എന്നുള്ളത്. അപ്പൊ മെയിൻ ആയിട്ട് നമ്മൾ ഈ സിവിയർ കേസസ് ALFിലോട്ട് പോകുന്നുണ്ടോ അല്ലെങ്കിൽ അറ്റ് പ്രസന്റേഷനിൽ പേഷ്യന്റ് ALF ഡെവലപ്പ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. So to summarize, in a patient with acute viral hepatitis, you have to make a firm diagnosis of viral hepatitis by excluding all other causes of jaundice. And early identification of cases with ALF is very, very important. And severe cases monitor for progression to ALF by watching for INR, watching for coagulopathy or subtle signs of hepatic encephalopathy. And most of the patients spontaneously improve over days to weeks. സോ ഇത്രയാണ് അക്യൂട്ട് വൈറൽ ഹെപ്പറ്റൈറ്റിസിനെ കുറിച്ച് പറയാനുള്ളത്. സോ മെയിൻ ആയിട്ട് ഇനി നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ക്രോണിക് ഹെപ്പറ്റൈറ്റിസ് ആണ്. നമ്മുടെ ഫോക്കസ് എന്ന് പറയുമ്പോഴത്തേക്കും വൈറൽ ഹെപ്പറ്റൈറ്റിസിൽ ക്രോണിക് ഹെപ്പറ്റൈറ്റിസ് ആണ് യൂഷ്വലി വരുന്നത്. അപ്പോൾ ദിസ് ഈസ് ദ നാഷണൽ വൈറൽ ഹെപ്പറ്റൈറ്റിസ് കൺട്രോൾ പ്രോഗ്രാം ദാറ്റ് വാസ് റീസെന്റ് ലോഞ്ച്ഡ്. ഇറ്റ് വാസ് ലോഞ്ച്ഡ് ഓൺ 28 July 2018 and it addresses all the 4 hepatitis viruses. So the main aims of this program is to combat hepatitis and achieve countrywide elimination of hepatitis C by 2030. So previously നമ്മൾ ഇൻക്യൂറബിൾ ആണെന്ന് വിചാരിച്ച ഹെപ്പറ്റൈറ്റിസ് സിക്ക് നമുക്കിപ്പം ഒരു 95 to 99% കേസസിൽ ക്യൂറബിൾ ആയിട്ടുള്ള ഡ്രഗ്സ് അവൈലബിൾ ആണ്. അത് തന്നെ അത് ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. സോ മാക്സിമം നമ്പർ ഓഫ് സ്ക്രീനിങ് ആൻഡ് എലിമിനേഷൻ ഓഫ് ഹെപ്പറ്റൈറ്റിസ് സി ബൈ 2030 ആണ് ദിസ് പ്രോഗ്രാമിന്റെ എയിം എന്ന് പറയുന്നത്. അതുപോലെ അച്ചീവ് സിഗ്നിഫിക്കന്റ് റിഡക്ഷൻ ഇൻ ഇൻഫെക്റ്റഡ് പോപ്പുലേഷൻ, morbidity and mortality associated with B and C, that is mainly cirrhosis and hepatocellular carcinoma, and reduce the risk, morbidity and mortality due to hepatitis A and E. So why such a program was launched? That is, നമുക്കറിയാം TBക്കും ബാക്കി എല്ലാത്തിനും നേരത്തെ തന്നെ പ്രോഗ്രാംസ് ഉണ്ട്. പക്ഷെ ഈ ഒരു ലേറ്റ് ആയിട്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം ലോഞ്ച് ചെയ്തത്? അത് ഗ്ലോബൽ ലെവലിൽ തന്നെ, ബിക്കോസ് ഹെപ്പറ്റൈറ്റിസ് ഈസ് എ മേജർ പബ്ലിക് ഹെൽത്ത് പ്രോബ്ലം ആണ്.
It accounts for significant number of morbidity and mortality, and hepatitis-related deaths are increasing. And majority of these deaths are due to chronic hepatitis B and C. And global prevalence of hepatitis B is 3.5% and hepatitis C is 1%. So these are the WHO global hepatitis report in 2017. So that in that report, viral hepatitis caused 1.34 million deaths that is globally in the year 2015. Of this, 96% of these deaths are due to hepatitis B or C. That is either due to cirrhosis or hepatocellular carcinoma. Acute hepatitis comes only less than 4% of the cases. That too, hepatitis A is very less, that is only less than 1%, and hepatitis C is 3%. So that is why we are focusing mainly on B and C. So already told, approximately 3.5% of the global population is infected with hepatitis B, and hepatitis C is approximately 1.1%. So 6 to 10 million people are infected with hepatitis B and C every year. So WHO has initiated such a program, and along with that, our government has also launched this program in 2018. So coming to the epidemiology of hepatitis B virus in India, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാഷണൽ ലെവലിൽ പ്രത്യേകിച്ചും കേരളത്തിലും നമുക്ക് ഡേറ്റ വളരെ കുറവാണ്. നമ്മുടെ പോപ്പുലേഷൻ പ്രിവലൻസ് എത്രയാണ് അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഡേറ്റകൾ വളരെ കുറവാണ്. നമുക്കുള്ള മിക്കവാറും എല്ലാ ഡേറ്റയും ബ്ലഡ് ബാങ്ക് സ്റ്റഡീസ് ആണ്. അപ്പൊ അങ്ങനെ വേരിയസ് സ്റ്റഡീസിലെ പ്രിവലൻസ് എന്ന് പറയുന്നത് 0.1 to 11.7% ആണ്. സോ നമ്മൾ വരുന്നത് ഇന്റർമീഡിയറ്റ് എൻഡമിസിറ്റി സോണിലാണ്. ദാറ്റ് ഈസ് നമ്മുടെ ആവറേജ് ഇന്ത്യൻ വേരിയസ് സ്റ്റഡീസ് വെച്ചിട്ട് ഇന്ത്യയുടെ പോപ്പുലേഷന്റെ ഹെപ്പറ്റൈറ്റിസ് ബിയുടെ പ്രിവലൻസ് എന്ന് പറയുന്നത് 2 to 8% ആണ്. അതുപോലെ തന്നെ പ്രഗ്നന്റ് വിമനിലുള്ള സ്റ്റഡീസ് വെച്ചിട്ട് 2.3 to 6.3% വരെയൊക്കെയാണ് പ്രിവലൻസ്. സോ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ എല്ലാ സ്റ്റഡീസും എല്ലാം ബ്ലഡ് ബാങ്ക് ഡേറ്റയാണ്. അപ്പം നൺ ഓഫ് ദീസ് സ്റ്റഡീസ് ആർ റിഫ്ലക്ടിങ് എ നാഷണൽ പിക്ചർ, എക്സാക്ട് പിക്ചർ. അതുപോലെ തന്നെ കേരളത്തിൽ നമുക്ക് പോപ്പുലേഷൻ ബേസ്ഡ് സ്റ്റഡീസ് വളരെ കുറവാണ്. കാലിക്കറ്റിൽ മാത്രമാണ് ഒരു സ്റ്റഡി നടന്നിട്ടുള്ളത്. അതിനകത്തിലെ പ്രിവലൻസ് എന്ന് പറയുന്നത് 0.2 to 0.5% ആണ്. പക്ഷെ നമുക്ക് തന്നെ അറിയാം പലയിടത്തും ഒരു ക്ലസ്റ്റേഴ്സ് ഉണ്ട്. ഹെപ്പറ്റൈറ്റിസ് ബി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ കോൺടാക്ട്സിനെ സ്ക്രീൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മദർ പോസിറ്റീവ് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ക്ലസ്റ്റേഴ്സ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു പോപ്പുലേഷൻ ബേസ്ഡ് സ്റ്റഡീസ് വളരെ കുറവാണ്. So coming to chronic hepatitis, so chronic viral hepatitis is basically, it is a chronic inflammation. Anything which lasts for more than 6 months, any inflammation which lasts for more than 6 months is chronic in nature. So chronic hepatitis is chronic inflammation. It is a prolonged illness with slow hepatocyte injury or death. So once a hepatocyte injury vannu kazhiyumbozhekkum, that will be healing by fibrosis, subsequent scar formation and cirrhosis. Symptom wise patients in മിക്കവാറും symptoms ഒന്നും ഉണ്ടാവത്തില്ല. There will not be any jaundice. ALT, AST elevation or LFT elevation അല്ലെങ്കിൽ വേരിയേഷൻ വരണം എന്നില്ല. ഉണ്ടെങ്കിൽ തന്നെ it will be only mild to moderate elevation only. So acute hepatitis is mostly symptomatic so that we can identify and treat the patient. Whereas when it comes to chronic hepatitis, it will be mostly asymptomatic. അതായത് more than 6 months inflammation ലാസ്റ്റ് ചെയ്യുമ്പോഴായിരിക്കും പേഷ്യന്റ് സിംറ്റംസ് ഒന്നും ഉണ്ടാവില്ല. So coming to hepatitis B proper, so this is the hepatitis B virus. It is a hepatinovirus, double-stranded DNA virus, and it has got a surface antigen, core antigen, envelope antigen, and DNA polymerase. So acute infection varam, chronic infection varam. Hepatitis B il acute infection usually asymptomatic ആയിരിക്കാം. 3 types present ചെയ്യാം. asymptomatic ആയിട്ട് പോകാം, acute viral hepatitis ആയിട്ട് present ചെയ്യാം, അല്ലെങ്കിൽ acute liver failure ആയിട്ട് present ചെയ്യാം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ chronic infection ആണെങ്കിൽ chronic hepatitis B വരാം, compensated cirrhosis വരാം, decompensated cirrhosis വരാം. ഇതിനകത്ത് decompensated cirrhosis നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വളരെ എളുപ്പമാണ്. ടിപ്പിക്കൽ ഒരു സിറോട്ടിക് ലുക്ക് ഉള്ള പേഷ്യൻസ് ആയിരിക്കും. അസൈറ്റിസ് കാണും, ജോണ്ടിസ് കാണും, അല്ലെങ്കിൽ ബ്ലീഡ് കാണും, മാൽന്യൂട്രീഷൻ കാണും. സോ വൺസ് decompensated, it is very easy to identify the patient. But when it is a compensated cirrhosis, നമുക്ക് ഏറ്റവും പ്രശ്നമുള്ളതെന്ന് പറയുന്നത് കോമ്പൻസേറ്റഡ് സിറോസിസ് അല്ലെങ്കിൽ early CLD ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ പേഷ്യൻസിന് സിംറ്റംസ് ഒന്നും കാണത്തില്ല. എന്തെങ്കിലും ഒരു കാരണത്തിന് വേണ്ടി അൾട്രാസൗണ്ട് ചെയ്യുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇവാലുവേഷൻ ചെയ്യുമ്പോൾ ഒരു ലേറ്റ് സ്റ്റേജ് പോകാതെ LFT വൈസ് പോലും അബ്നോർമാലിറ്റീസ് ഉണ്ടാവണം എന്നില്ല. അപ്പൊ വേറെ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി അൾട്രാസൗണ്ട് ചെയ്യുമ്പോഴോ ഫൈബ്രോസ്കാൻ ചെയ്യുമ്പോഴോ ഒക്കെ ആയിരിക്കും ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടെന്ന് തന്നെ മിക്കവാറും ഐഡന്റിഫൈ ചെയ്യുന്നത്. സോ പബ്ലിക് ഹെൽത്ത് വ്യൂ പോയിന്റിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കൺസേൺഡ് ആയിട്ടുള്ളത് ക്രോണിക് ഹെപ്പറ്റൈറ്റിസ് ബി ആണ്. ബിക്കോസ് ഇറ്റ് ഈസ് എ റിസർവോയർ ഫോർ ട്രാൻസ്മിഷൻ ഓഫ് ഹെപ്പറ്റൈറ്റിസ് ബി. നമ്മൾ പേഷ്യന്റിനെ ഐഡന്റിഫൈ ചെയ്യുന്നില്ല അല്ലെങ്കിൽ ട്രീറ്റ് ചെയ്യുന്നില്ല അത്രയും കാലത്തോളം
will act as a reservoir for transmission, and it can cause long-term morbidity and early death. So morbidity and mortality associated with this disease is the biggest concern. So outcome of hepatitis B. Hepatitis C നമുക്ക് കുറച്ചുകൂടെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആണ്, പക്ഷെ ഹെപ്പറ്റൈറ്റിസ് ബി വരുമ്പോഴത്തേക്കും അത് കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആണ്. നമുക്കറിയാം ഇപ്പോഴൊരു ലാസ്റ്റ് 9 years ആയിട്ട് അല്ലെങ്കിൽ 10 years ആയിട്ട് ജനിക്കുന്ന എല്ലാ കുട്ടികൾക്കും ബർത്തിൽ തന്നെ വിത്തിൻ 12 hours 24 hours നമ്മൾ ബർത്ത് ഡോസ് തന്നെ വാക്സിനേഷൻ ചെയ്യുന്നുണ്ട്. അപ്പം ആ കാര്യത്തിൽ പ്രശ്നമില്ല. പക്ഷെ അതിന് മുമ്പുള്ള പോപ്പുലേഷനിലാണ് ശരിക്കും നമ്മൾ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യേണ്ടി വരുന്നത്. ഏജ് അറ്റ് വിച്ച് ദ പേഷ്യന്റ് ഗെറ്റ്സ് ഇൻഫെക്ഷൻ, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അതായത് ഒരു അറ്റ് ബർത്തിലാണ്, അപ്പൊ മദർ പോസിറ്റീവ് ആയിരുന്നു, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ എല്ലാ ആന്റിനേറ്റൽസിനെയും സ്ക്രീൻ ചെയ്യുന്നുണ്ട്, പക്ഷെ അങ്ങനെ ഇല്ലാത്ത നമ്മുടെ അടുത്ത് മിക്കവാറും വരുന്ന പേഷ്യൻസ് അറ്റ് ബർത്തിലാണ് അല്ലെങ്കിൽ ഒരു ലെസ് ദാൻ 1 yearലാണ് ഈ ഇൻഫെക്ഷൻ കിട്ടുന്നതെങ്കിൽ ചാൻസ് ഓഫ് ക്രോണിസിറ്റി വളരെ ഹൈ ആണ്. കാരണം നമുക്കറിയാം ഇമ്മ്യൂൺ സിസ്റ്റം ആ സമയത്ത് ഡെവലപ്ഡ് അല്ല. അപ്പോൾ ഒരു ലെസ് ദാൻ 1 year ഇൻഫെക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹം ഒരു ക്രോണിസിറ്റിയിലേക്ക് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ക്രോണിക് ഹെപ്പറ്റൈറ്റിസ് ബി ഡെവലപ്പ് ചെയ്യാനുള്ള ചാൻസ് 90% ആണ്. ഇൻ ദ മീൻ ടൈം അല്ലെങ്കിൽ ഒരു ഓൾഡർ ചിൽഡ്രൻ അല്ലെങ്കിൽ അഡൾട്ട്സിലാണ്, വൺസ് ഒരു അഡൾട്ട് കഴിഞ്ഞിട്ടാണ് വരുന്നതെങ്കിൽ there is only 5 to 10% chance of going for chronicity. അതായത് അഡൾട്ടിലാണ് ഇൻഫെക്ഷൻ വരുന്നതെങ്കിൽ അവർ പെട്ടെന്ന് തന്നെ ഒരു 100 പേരിൽ വന്നാൽ 5 to 10% ഒരു ക്രോണിക് കാരിയേഴ്സ് അല്ലെങ്കിൽ ക്രോണിക് ഹെപ്പറ്റൈറ്റിസ് ബിയിലേക്ക് പോവുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം ഇൻഫെക്ഷൻ ക്ലിയർ ചെയ്യും. അപ്പൊ നമ്മളിപ്പോ ഈ സ്ഥിരമായിട്ട് കാണുന്ന നമ്മളിപ്പോ ഈ സ്ക്രീൻ ചെയ്യുന്ന പേഷ്യൻസ് എല്ലാം തന്നെ ഒരു ചൈൽഡ്ഹുഡ് ഒരു ലെസ് ദാൻ 5 years ഇൻഫെക്ഷൻ അക്യൂർ ചെയ്തവരെ ആയിരിക്കും മിക്കവാറും നമ്മൾ കാണുന്നത്. അപ്പൊ ഇപ്പോഴത്തെ വരുന്ന എല്ലാവരും തന്നെ വാക്സിനേറ്റഡ് ആയതുകൊണ്ട് വരാൻ, അതുപോലെ തന്നെ മദർ പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ എല്ലാവർക്കും ഇമ്യൂണോഗ്ലോബുലിൻ വാക്സിൻ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. അല്ലെങ്കിൽ വാക്സിൻ മ്യൂട്ടൻസ് അങ്ങനെയുള്ളതൊക്കെ മാത്രമേ ഇനിയൊരു വരാൻ ചാൻസ് ഉള്ളൂ. So this natural history, it is a duel between the virus and the host immune response. It depends on who has the upper hand. So നമ്മുടെ host immunity ഒരു adulthoodലാണ് infection വരുന്നതെങ്കിൽ we can overcome the virus, so that chances of going for chronicity is very rare. That is the most important point. So chronic hepatitis B വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഫേസിലായിരിക്കാം പേഷ്യന്റ്, ഇമ്മ്യൂൺ ടോളറന്റ്, ഇമ്മ്യൂൺ ആക്റ്റീവ്, ഇമ്മ്യൂൺ കൺട്രോൾ, ഇമ്മ്യൂൺ ക്ലിയറൻസ്, ഇതിൽ ഏതെങ്കിലും ഒരു ഫേസിലായിരിക്കാം പേഷ്യന്റ്. അപ്പൊ ഈ ഏതെങ്കിലും ഫേസിൽ തന്നെ പേഷ്യന്റ് സിറോസിസിലേക്കും പോകാം. So this is a natural history. Prolonged hepatitis B can go in for liver cirrhosis or hepatocellular carcinoma. സോ മിക്കവാറും നമുക്ക് വരുന്ന സിറോളജിക്കൽ മാർക്കേഴ്സ് എന്ന് പറയുന്നത് ഒന്ന് ഹെപ്പറ്റൈറ്റിസ് ബി സർഫസ് ആന്റിജൻ. ആന്റിജൻ വൈസ് ഹെപ്പറ്റൈറ്റിസ് ബി സർഫസ് ആന്റിജൻ, കോർ ആന്റിജൻ, എൻവലപ്പ് ആന്റിജൻ. ആന്റിബോഡീസ് ചെയ്യുന്നത് ആന്റി HBS, IgM ആന്റി HBC, ടോട്ടൽ ആന്റി HBC, ദാറ്റ് ഈസ് IgG ആന്റി HBC, ആന്റി HBV. ന്യൂക്ലിക് ആസിഡ് വരുന്നത് HBV DNA ആണ്. HBV DNA ക്യാൻ ബി either ക്വാളിറ്റേറ്റീവ് ഓർ ക്വാണ്ടിറ്റേറ്റീവ്. ക്വാണ്ടിറ്റേറ്റീവ് നമ്മൾ കറക്റ്റ് ആയിട്ട് എത്ര DNA ലെവൽ അസേ ചെയ്യുന്നു. So hepatitis B surface antigen, it is the first marker, that is 2 to 10 weeks following infection. It is the first marker to appear following hepatitis B virus infection. So whenever it is positive, it indicates presence of a virus in person's body. Appo HBV DNA level negative aanengil, if the HBsAg is positive, it indicates the presence of virus in person's body. So HBsAg വെച്ചിട്ടാണ് നമ്മൾ പേഷ്യന്റ് അക്യൂട്ട് ആണോ ക്രോണിക് ആണോ എന്ന് പറയുന്നത്. സോ അക്യൂട്ട് ആണെങ്കിൽ it will disappear within 6 months. ഇപ്പൊ അക്യൂട്ട് ആയിട്ട് ഒരു പേഷ്യന്റ് വരുന്നു, ജോണ്ടിസ് പേഷ്യന്റ്, ഒരു അഡൾട്ട് പേഷ്യന്റ് ജോണ്ടിസ് ആൻഡ് അതർ ഫീച്ചേഴ്സ് ഓഫ് അക്യൂട്ട് ഹെപ്പറ്റൈറ്റിസ് ആയിട്ട് വരുന്നു. അപ്പൊ നമ്മൾ 6 months നോക്കുമ്പോഴത്തേക്കും HBsAg ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ യൂഷ്വലി അക്യൂട്ട് ഇൻഫെക്ഷൻ ആണ്. ക്രോണിക്കിലാണ് മിക്കവാറും HBsAg പെർസിസ്റ്റ് ചെയ്യുന്നത്. ലൈഫ് ലോങ് ഒക്കെ സംടൈംസ് പെർസിസ്റ്റ് ചെയ്യാം. മിക്കവാറും പേഷ്യന്റ് തന്നെ ഇതിനെക്കുറിച്ച് അവെയർ ആയിരിക്കത്തില്ല. വേറെ എന്തെങ്കിലും സർജറിക്ക് വേണ്ടിയോ വേറെ എന്തെങ്കിലും സ്ക്രീൻ ചെയ്യുമ്പോഴായിരിക്കും മിക്കവാറും ഒരു പോസിറ്റീവ് ആണെന്ന് അറിയുന്നത്. Second is, so these are very important. HBsAg, anti-HBs, anti-HBs antibody. This is antibody to hepatitis B surface antigen. So once HBsAg infection വന്ന് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ patient will be positive for anti-HBs. അത് നാച്ചുറൽ ഇൻഫെക്ഷൻ വന്ന് ക്ലിയർ ചെയ്താലും വാക്സിനേഷൻ എടുത്ത് ഇമ്മ്യൂണിറ്റി വന്നു കഴിഞ്ഞാലും anti-HBs titer will be positive. Anti-hepatitis B surface antibody, അതാണ് മെയിൻ ആയിട്ട്. ഹെപ്പറ്റൈറ്റിസ് ബി രണ്ട് ഇമ്പോർട്ടന്റ് ടെസ്റ്റ് ആണ്, സർഫസ് ആന്റിജനും anti-HBsഉം. So anti-HBs is basically antibody to hepatitis B surface antigen. It is a neutralizing antibody that confers protection from infection, and it appears following the clearance of acute infection. So chronic infection ഉള്ളവരെ, chronic hepatitis B carriers അല്ലെങ്കിൽ ഇൻഫെക്ഷൻ ഹാർബർ ചെയ്യുന്നവരിൽ ഒരിക്കലും ഇത് പോസിറ്റീവായിട്ട് കാണത്തില്ല.
ഓൾസോ ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ പേഷ്യന്റ് പ്രൊട്ടക്റ്റീവ് ആണോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ഏറ്റവും നോക്കുന്നത് ടൈറ്റർ നോക്കിയിട്ടാണ്. ഇപ്പോൾ ആന്റി HBs ടൈറ്റർ മോർ ദാൻ 10 MIU/ml ഉണ്ടെങ്കിൽ ഇറ്റ് മീൻസ് ദ പേഴ്സൺ ഈസ് ഇമ്മ്യൂൺ ടു ദി ഇൻഫെക്ഷൻ. Next is hepatitis B envelope antigen. So it indicates it is present in the cells where it is actively replicating and it is secreted into the plasma. So it indicates, so it is a marker of ongoing viral replication. So if the HBeAg is positive, that means the patient has very high viral load and very high infectivity. And if it is absent, it indicates a low viral load and lower HBV DNA level. Then anti-HBe antibody. So again, it indicates post-immune response against HB and hepatitis B envelope antigen. So once the person develops antibody to hepatitis B, it means it is usually associated with reduced viral replication, lower titer, and reduced infectivity. Then hepatitis B virus DNA, it is the direct and accurate marker of hepatitis B virus replication. So it level correlate with the disease progression and നമ്മൾ ആന്റിവൈറൽ ഡ്രഗ്സ് സ്റ്റാർട്ട് ചെയ്യണോ എന്നൊക്കെ ഡിസൈഡ് ചെയ്യുന്നതിൽ DNA ലെവൽസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. Then core antigen, that is mainly core antigen we are usually not testing, and then core antibody, there is IgM and IgG. So IgM is in all other cases, IgM anti-HBC, it is a marker of acute infection and it can persist up to 6 months. So its presence indicates recent or acute infection. Then core antibody എന്ന് പറയുന്നത് again it is a marker of infection. So it develops soon after IgM anti-HBC. So patient once infection വന്ന് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ റിസോൾവ് ഇൻഫെക്ഷന്റെ ഒരു മാർക്കറാണ് കോർ ആന്റിബോഡി. സംടൈംസ് ഒക്കൾട്ട് HPV മീൻസ് HBs ആന്റിജൻ നെഗറ്റീവ് ആയിരിക്കാം, പക്ഷെ HPV DNA പോസിറ്റീവ് ആയിരിക്കാം. അങ്ങനെയുള്ള കേസസിൽ കോർ ആന്റിബോഡി പോസിറ്റീവ് ആയിട്ട് വരാം. സോ നമ്മളൊരു ക്രോണിക് ഹെപ്പറ്റൈറ്റിസ് ബി പേഷ്യന്റിനെ കാണുമ്പോഴത്തേക്കും നമുക്ക് എന്തൊക്കെയാണ് നോക്കേണ്ടത്? യൂഷ്വലി നമ്മൾ LFTയിൽ മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ALT ലെവൽസ് ആണ്. ALT ഒരു സിംഗിൾ ലെവൽ അല്ല, നമ്മളൊരു പെർസിസ്റ്റന്റ് എലിവേഷൻ ഉണ്ടെങ്കിൽ അത് സിംഗിൾ എലിവേഷൻ അല്ല നോക്കുന്നത്, പെർസിസ്റ്റന്റ് ആയിട്ട് എലിവേഷൻ ഉണ്ടോ നോക്കിയിട്ടാണ് ചെയ്യുന്നത്. അതുപോലെ ഹെപ്പറ്റൈറ്റിസ് ബി എൻവലപ്പ് ആന്റിജൻ, HPV DNA ഇത്രയും ചെയ്യും. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് അസസ് ചെയ്യേണ്ടത് ഒരു ഹെപ്പറ്റൈറ്റിസ് ബി പേഷ്യൻസ്, ഹെപ്പറ്റൈറ്റിസ് ബി പോസിറ്റീവ് ആയിട്ടുള്ള എല്ലാ പേഷ്യൻസിനും ട്രീറ്റ്മെന്റ് ആവശ്യമായിട്ട് വരത്തില്ല. അപ്പൊ ഏതൊക്കെ പേഷ്യൻസിനാണ് ട്രീറ്റ്മെന്റ് ആവശ്യമായിട്ട് വരുന്നതെന്നുള്ളത് അതിൽ ഏറ്റവും പ്രധാനം നമ്മൾ പേഷ്യന്റിന് എന്തെങ്കിലും സിറോസിസിന്റെ ഫീച്ചേഴ്സ് ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കുന്നതാണ്. അപ്പം നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഡീകോമ്പൻസേറ്റഡ് സിറോസിസ് ആണെങ്കിൽ ഇറ്റ് ഈസ് വെരി ഈസി ടു ഐഡന്റിഫൈ ദ പേഷ്യന്റ്. പക്ഷേ കോമ്പൻസേറ്റഡ് സിറോസിസ് ആണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ നമുക്ക് അൾട്രാസൗണ്ട് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ലിവർ ബയോപ്സി ഇറ്റ്സ് ആൻ ഇൻവേസീവ് ടെസ്റ്റ് ആണ്, യൂഷ്വലി നമ്മൾ എൻകറേജ് ചെയ്യുന്നില്ല. അല്ലെങ്കിൽ നോൺ ഇൻവേസീവ് മാർക്കേഴ്സ് ആണ്, ALT പ്ലേറ്റ്ലെറ്റ് റേഷ്യോ ഇൻഡെക്സ്, FIB4, ഫൈബ്രോസ്കാൻ, അങ്ങനെയുള്ള നോൺ ഇൻവേസീവ് മാർക്കേഴ്സ് വെച്ചിട്ട് പേഷ്യന്റിന് സിറോസിസിന്റെ ഫീച്ചേഴ്സ് ഉണ്ടെങ്കിൽ you have to start on antivirus. So these are the main drugs which are available to treat hepatitis B virus infection. That is tenofovir diisopropyl fumarate, entecavir, and tenofovir alafenamide fumarate. There are so many other drugs, പക്ഷേ ഇത് നമ്മുടെ മെയിൻ ആയിട്ട് നാഷണൽ വൈറൽ ഹെപ്പറ്റൈറ്റിസ് കൺട്രോൾ പ്രോഗ്രാമിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡ്രഗ്സ് ആണ്. tenofovir, entecavir. tenofovir തന്നെ 2 മോളിക്യൂൾ ഉണ്ട്, tenofovir diisopropyl fumarate and tenofovir alafenamide fumarate. അപ്പം 2 വയസ്സ് മുതൽ 12 വയസ്സ് വരെ നമ്മൾ tenofovir എൻകറേജ് ചെയ്യുന്നില്ല, സ്റ്റഡീസ് ഇല്ല. അതുകൊണ്ട് നമ്മൾ 2 to 12 ഇയേഴ്സ്, ലെസ് ദാൻ 2 ഇയേഴ്സ് നോ ആന്റിവൈറൽസ് ആർ റെക്കമെൻഡഡ്. 2 to 12 ഇയേഴ്സ് നമ്മൾ entecavir ആണ് പ്രിഫർ ചെയ്യുന്നത്. മോർ ദാൻ 12 ഇയേഴ്സ് tenofovir ആണ് പ്രിഫർ ചെയ്യുന്നത്. So dosage for tenofovir is 300 milligram once daily. Entecavir, if it is a decompensated liver disease, it is 1 milligram, and compensated liver disease, it is 0.5 milligram. So pregnancy അല്ലെങ്കിൽ വിമൻ ഓഫ് ചൈൽഡ് ബെയറിംഗ് ഏജിൽ നമ്മൾ tenofovir ആണ് ഡ്രഗ് ഓഫ് ചോയ്സ്. entecavir നോട്ട് റെക്കമെൻഡഡ് ആണ്. അതുപോലെ ലാമിബുഡിൻ നേരത്തെ മെയിനായിട്ട് HIV പേഷ്യൻസ് ആണ് ഉദ്ദേശിക്കുന്നത്. ലാമിബുഡിൻ നേരത്തെ എടുത്തിട്ടുള്ള പേഷ്യൻസ് ആണെങ്കിൽ നമ്മൾ tenofovir ആണ് പ്രിഫർ ചെയ്യുന്നത്. So patient on antivirals ആണെങ്കിൽ it is very important to monitor the renal function. RFT monitoring and creatinine clearance calculation is very, very important.
So this is the summary of recommendation. Hepatitis B കുറച്ച് ഡിഫിക്കൽട്ട് ആണ്, കുറെ ഗ്രേ സോൺസ് ഉണ്ട്. പക്ഷെ എല്ലാ ഹെപ്പറ്റൈറ്റിസ് ബി പേഷ്യൻസിനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും മെയിൻ ആയിട്ട് നോക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കോണ്ടാക്ട്സിനെ എല്ലാവരെയും സ്ക്രീൻ ചെയ്യുക. മാക്സിമം പോസിറ്റീവ് കേസസ് ഉണ്ടോ എന്ന് നോക്കുക. ഫാമിലിയിൽ നെഗറ്റീവ് ആണെങ്കിൽ ബാക്കി ഫാമിലി മെമ്പേഴ്സിനെ സ്ക്രീൻ ചെയ്ത് നെഗറ്റീവ് ആയിട്ടുള്ളവരെ എല്ലാം വാക്സിനേറ്റ് ചെയ്യുക. പോസിറ്റീവ് പേഷ്യന്റിനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ പേഷ്യന്റ് സിറോസിസിന്റെ എവിഡൻസ് ഉണ്ടോ എന്നുള്ളത് നോക്കുക. അപ്പം സിറോസിസിന്റെ എന്തെങ്കിലും തരത്തിലുള്ള എവിഡൻസ് ഉണ്ടെങ്കിൽ means that is when the patient has evidence of cirrhosis, age, ALT ഇതൊന്നും അല്ല, detectable viral load ഉണ്ടെങ്കിൽ you have to start the patient on antivirals, especially lifelong antivirals വേണ്ടി വരും. പക്ഷെ പേഷ്യന്റ് നോൺ സിറോട്ടിക് ആണ്, ALT എലിവേഷൻ ഉണ്ട്, ഒരു 3 times ഒരു എലിവേഷൻ പെർസിസ്റ്റന്റ് ആയിട്ടുണ്ട്, ഒരു നമ്മൾ 6 months ഇന്റർവെല്ലിൽ 3 times നോക്കുമ്പോഴത്തേക്കും എലിവേഷൻ ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ വെരി ഹൈ വൈറൽ ലോഡ് ആണ്, more than 20,000 IU per liter ഉണ്ട്, more than 30 years ഏജ് ആണെങ്കിൽ നമുക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കണം. പക്ഷെ നോൺ സിറോട്ടിക് പേഷ്യൻസിന് അതുപോലെ തന്നെ വിത്ത് നോർമൽ ALT വിത്ത് മോർ ദാൻ 20,000 വൈറൽ ലോഡ് ആണെങ്കിൽ നമുക്ക് 3 months മോണിറ്ററിംഗ് മാത്രം മതി. ട്രീറ്റ്മെന്റ് വരുന്നത് ഈ 2 ഇൻഡിക്കേഷൻസിലാണ്. ബാക്കിയെല്ലാം നമ്മൾ മോണിറ്ററിംഗ് ആണ്, പക്ഷെ ഫ്രീക്വന്റ് മോണിറ്ററിംഗ് വേണം. അതുപോലെ ഫാമിലി ഹിസ്റ്ററി ഓഫ് HCC ഉണ്ട്, സിറോസിസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ആന്റിവൈറൽ സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. So most important thing is if patient has evidence of CLD അല്ലെങ്കിൽ persistently elevated ALT with a very high viral load, you have to start the patient on antivirals. പക്ഷെ നമ്മൾ പേഷ്യന്റിനെ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാലും even if we start the treatment, if we defer the treatment or not treatment, irrespective of the need of treatment, we need monitoring for all the patients. അതായത് നമ്മൾ ഒരുപാട് കേസസ് ഡീനോവോ HCC ആയിട്ട് കാണാറുണ്ട്. അതായത് പേഷ്യന്റ് സിറോസിസ് ഉണ്ടാവത്തില്ല, വിത്തൗട്ട് സിറോസിസ് നോർമൽ ലിവറിൽ തന്നെ ഹെപ്പറ്റോസെല്ലുലാർ കാർസിനോമ ആയിട്ട് വരാം, അല്ലെങ്കിൽ സിറോസിസ് ഉള്ള പേഷ്യൻസ് ആയിരിക്കാം, ഓൺ ആന്റിവൈറൽസ് ആയിരിക്കാം. പക്ഷെ ഓൺ ആന്റിവൈറൽസ് തന്നെ വെരി വിർലൻ വൈറസ് ആണെങ്കിൽ പേഷ്യൻസിന് HCC ഡെവലപ്പ് ചെയ്യാം. സോ ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ്. വൺസ് സിറോസിസ് ഉള്ള എല്ലാ പേഷ്യൻസിനെയും നമ്മൾ 6 months കൂടുമ്പോൾ അൾട്രാസൗണ്ട് നോക്കണം. അൾട്രാസൗണ്ട് നോക്കിയിട്ട് മെയിൻ ആയിട്ട് നമ്മൾ ആൽഫ ഫീറ്റോ പ്രോട്ടീൻ മോണിറ്ററിംഗ് അൾട്രാസൗണ്ട്, ബിക്കോസ് ദേ ഹാവ് വെരി ഹൈ ചാൻസ് ഫോർ ഡെവലപ്പിംഗ് HCC. അപ്പൊ അതുകൊണ്ട് നമ്മൾ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നില്ലെങ്കിൽ പോലും നമ്മുടെ ഈ പേഷ്യൻസിനെ എല്ലാം തന്നെ നമ്മുടെ ഫോളോ അപ്പിൽ വെക്കുക. 6 months വൈറൽ ലോഡ് ചെയ്യുക, LFT ലെവൽസ് ചെയ്യുക. എന്തെങ്കിലും തരത്തിലുള്ള എലിവേഷൻസ് ഉണ്ട് അല്ലെങ്കിൽ വൈറൽ ലോഡ് കൂടുന്നുണ്ട്, പേഷ്യന്റ് സിറോസിസിലേക്ക് പോകുന്നുണ്ടെങ്കിൽ വി ഹാവ് ടു സ്റ്റാർട്ട് ദ പേഷ്യന്റ് ഓൺ treatment. So that is very very important. Monitor all patients. All patients should be, once നമ്മുടെ കയ്യിൽ ഒരു ഹെപ്പറ്റൈറ്റിസ് ബി അല്ല നമ്മുടെ ഫോളോ അപ്പിൽ ഒരു ഹെപ്പറ്റൈറ്റിസ് ബി പോസിറ്റീവ് പേഷ്യന്റ് ഉണ്ടെങ്കിൽ വൺസ് പോസിറ്റീവ് അല്ലെങ്കിൽ അവരെല്ലാം ഇൻവെസ്റ്റിഗേഷൻസ് കഴിഞ്ഞിട്ട് ട്രീറ്റ്മെന്റ് വേണ്ട എന്ന് പറഞ്ഞ് വിടുക. അങ്ങനെ പേഷ്യൻസിനെ നമ്മൾ ലോസ് ചെയ്യാൻ പാടില്ല. നമ്മൾ ആ പേഷ്യൻസിനെ കണ്ട് ഫോളോ അപ്പ്, അല്ലെങ്കിൽ തിരിച്ചു വരുമ്പോൾ ഒരു പേഷ്യന്റ് വരുന്നത് ഒരു HCC അങ്ങനെ ഡെവലപ്പ് ചെയ്തിട്ടായിരിക്കും പേഷ്യന്റ് വരുന്നത്. So all patients need monitoring. So few words about hepatitis B vaccine. So it is a usually site of administration is deltoid. In infants it is anterolateral aspect of the, it should not be given in gluteal muscles because of the lower efficacy and risk of sciatic nerve injury. So നമ്മളൊരു 3 dose സീരീസ് കൊടുത്തു കഴിഞ്ഞാൽ 016 ഡോസ് കൊടുത്തു കഴിഞ്ഞാൽ ലെസ് ദാൻ 40 ഇയേഴ്സിലാണെങ്കിൽ 95% ആണ് റെസ്പോൺസ് റേറ്റ്. സോ ഹൈപ്പോ റെസ്പോണ്ടേഴ്സ് വരുന്നത് മോർ ദാൻ 40 ഇയേഴ്സ്, ഒബിസിറ്റി, സ്മോക്കിംഗ്, ക്രോണിക് ഇൽനെസ്, ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് പേഷ്യൻസ് അങ്ങനെയുള്ളവരിലാണ് യൂഷ്വലി ഒരു റെസ്പോൺസ് കുറവായിട്ട് കാണുന്നത്. സോ 40 to 49 ഇയേഴ്സ് ആണെങ്കിൽ ഒരു മോർ ദാൻ 90% പ്രൊട്ടക്ഷൻ റേറ്റ് ഉണ്ട്. 50 to 59 ഇയേഴ്സിൽ ഒരു 80% വരെയൊക്കെ പ്രൊട്ടക്ഷൻ റേറ്റ് ഉണ്ട്. നേരത്തെ പറഞ്ഞാൽ വൈ ടൈംലി ബർത്ത് ഡോസ് WHO ആണെങ്കിൽ എല്ലാവരും പ്രൊമോട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ early ഏജ് ഓഫ് ഇൻഫെക്ഷൻ, മോർ ചാൻസ് ഓഫ് ക്രോണിസിറ്റി. സോ ദാറ്റ് ഈസ് വൈ ടൈംലി ബർത്ത് ഡോസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. അതുപോലെ തന്നെ മദർ പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ 7th month വൈറൽ ലോഡ് നോക്കും. ഇഫ് ദ വൈറൽ ലോഡ് ഈസ് വെരി ഹൈ, ദാറ്റ് ഈസ് മോർ ദാൻ 2 lakh ഒക്കെ ഉണ്ടെങ്കിൽ വി വിൽ സ്റ്റാർട്ട് വിത്ത് ടീനോഫോവിർ. കുട്ടിക്ക് വരുമ്പോഴത്തേക്ക് ഇമ്മ്യൂണോഗ്ലോബുലിൻ വാക്സിൻ, ഇത് രണ്ടും കൊടുക്കും. ഓൾ ഓഫ് ദിസ് ടു പ്രിവെന്റ് ദ ട്രാൻസ്മിഷൻ, മദർ ടു ചൈൽഡ് ട്രാൻസ്മിഷൻ. സോ വാക്സിന് സൈഡ് എഫക്ട്സ് ചെറിയ സൈഡ് എഫക്ട്സ് മാത്രമേ ഉള്ളൂ, ലൈക്ക് ഓൾ അതർ വാക്സിനേഷൻ, ഹെഡ് ഏക്ക്, ഫീവർ, ഫെറ്റിക്, സ്വെല്ലിംഗ്, പെയിൻ എക്സെട്ര. So it is one of the safest vaccines ever produced. It is a subunit vaccine. It does not contain any live virus or blood products. It is safe even in persons with immunodeficiency. Immunodeficiency ഉള്ള പേഷ്യൻസിന്റെ പ്രശ്നം, they would have less immunogenicity. അതുകൊണ്ട് തന്നെ CLD അതുപോലെ തന്നെ CKD അങ്ങനെയൊക്കെ ഉള്ള പേഷ്യൻസിൽ നമുക്ക് ഡബിൾ ഡോസ് വാക്സിനേഷൻ, ഇപ്പൊ നമ്മൾ 1 ml ആണ് കൊടുക്കുന്നതെങ്കിൽ സച്ച് പേഴ്സൺസിന് നമുക്ക് 2 ml ഡബിൾ ഡോസ് ഉണ്ടെങ്കിൽ അവരിൽ ഇമ്മ്യൂണോജെനിസിറ്റി വരുള്ളൂ.
So adu matrana prashna, but we can give in persons with immunodeficiency also. So there is no mutual interference when co-administered with other childhood or adult vaccines. So we can give it along with all other vaccines. There is actually no contraindication or precaution as such. If there is an allergic reaction to a vaccine component or following a previous dose, if there is any allergic reaction or an acute illness, or there are no other contraindications. So these are no side effects like vaccine-induced GBS, multiple sclerosis, optic neuritis. Nothing has been reported due to hepatitis B vaccine. So it is a very, very safe vaccine. You can give to everyone. So recombinant hepatitis B vaccines are highly safe and easy to administer and effective. So anti-HBs titer more than 10 indicates adequate protection. So coming to hepatitis C virus, so hepatitis C virus, our prevalence is about 1 to 2.5%. It is an RNA virus. So it is a parentally transmitted non-A, non-B hepatitis. It is the major cause of chronic liver disease, including cirrhosis. Like hepatitis B, it is a cause for cirrhosis and liver cancer. And it accounts for 1/4 cases of chronic liver disease in India. There are estimated 6 to 12 million HCV carriers in India. So seroprevalence again ranges from, according to various studies, so these are all blood bank studies, and its prevalence ranges from 0.48 to 1.85%. So persistent natural history following acute HCV, there is a നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഹെപ്പറ്റൈറ്റിസ് സി ഇൻഫെക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അത് ഒരു അക്യൂട്ട് വൈറൽ ഹെപ്പറ്റൈറ്റിസ് ആയിട്ട് പ്രസന്റ് ചെയ്യാനുള്ള ചാൻസ് വളരെ കുറവാണ്. അപ്പം യൂഷ്വലി അക്യൂട്ട് ഹെപ്പറ്റൈറ്റിസ് ബി ആയിരിക്കത്തില്ല നമ്മുടെ അടുത്ത് വരുന്നത്, മിക്കവാറും ഒരു ക്രോണിക് HCV പേഷ്യന്റ് തന്നെയായിരിക്കും. അപ്പം a person who continues to have detectable RNA blood beyond 6 months after acute infection ആണ് it's chronic infection. So റിസോൾവ് ഇൻഫെക്ഷൻ ആണെങ്കിൽ നമ്മൾ നോക്കുമ്പോൾ HCV RNA കാണത്തില്ല, പക്ഷെ ഇറ്റ് ഇസ് ആൻ ആന്റിബോഡി. സോ ആന്റിബോഡി ടു HCV കണ്ടിന്യൂസ് ടു ബി പോസിറ്റീവ്, പക്ഷെ ആന്റി HCV പോസിറ്റീവ് ആയിരിക്കും, വൈറൽ ലോഡ് നെഗറ്റീവ് ആയിരിക്കും. അതുപോലെ വൺസ് നമ്മുടെ ബോഡിയുടെ ഇമ്മ്യൂൺ സിസ്റ്റം തന്നെ RNA ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ റിലാപ്സ് പറയാറാണ്, പക്ഷെ റീ ഇൻഫെക്ഷൻ വരാം അതർ സോഴ്സസ്. യൂഷ്വലി IV ഡ്രഗ് അബ്യൂസേഴ്സ് അങ്ങനെയുള്ളവരിലാണ് കൂടുതലും കാണുന്നത്. അപ്പൊ റീ ഇൻഫെക്ഷൻ വിത്ത് അതർ ജീനോടൈപ്സ് അങ്ങനെ വരാം. സോ ഹൗ ടു കൺഫേം, നമ്മളിപ്പോൾ റുട്ടീനായിട്ട് സ്ക്രീൻ ചെയ്യുന്നു, സർജറിക്ക് മുമ്പായിട്ട് സ്ക്രീൻ ചെയ്യുന്നു. ആന്റി HCV നെഗറ്റീവ് ആണ്, പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട. പക്ഷെ ആന്റി HCV പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് ആ പേഷ്യന്റ് ഒരു ഹെപ്പറ്റൈറ്റിസ് സി, ക്രോണിക് ഹെപ്പറ്റൈറ്റിസ് സി പേഷ്യന്റ് ആണെന്ന് പറയാൻ പറ്റില്ല, വന്ന് ക്ലിയർ ചെയ്തതോ ആകാം. അപ്പൊ അങ്ങനെയുള്ളവർക്ക് നമ്മൾ മസ്റ്റ് ആയിട്ട് ചെയ്യേണ്ടത് HCV RNA ചെയ്യുക. അപ്പൊ HCV RNA ടെസ്റ്റ് ചെയ്തു ഡിറ്റക്റ്റഡ് ആണെങ്കിൽ ദാറ്റ് മീൻസ് ദ പേഴ്സൺ ഹാസ് HCV ഇൻഫെക്ഷൻ, യു ഹാവ് ടു ട്രീറ്റ് ദ പേഷ്യന്റ്. HCV RNA നെഗറ്റീവ് ആണെങ്കിൽ ദർ ഇസ് നോ നീഡ് ഫോർ ട്രീറ്റ്മെന്റ്. So ഇത് ഹെപ്പറ്റൈറ്റിസ് ബി പോലെയല്ല, സി ഈസ് വെരി ക്ലിയർ. എനി പേഴ്സൺ ഡിറ്റക്റ്റഡ് ടു ബി പോസിറ്റീവ് വിത്ത് HCV RNA പോസിറ്റീവ് ആണെങ്കിൽ ദേ നീഡ് ട്രീറ്റ്മെന്റ്. ആൻഡ് ട്രീറ്റ്മെന്റ് ഡ്യൂറേഷൻ 95 to 99% ചാൻസ് ഓഫ് ക്ലിയറിംഗ് ദ വൈറസ്. നമ്മൾ പ്രീവിയസ്ലി ഇൻക്യൂറബിൾ ആണ്, നേരത്തെ ഇന്റർഫെറോൺ ബേസ്ഡ് തെറാപ്പി ആയിരുന്നു, പക്ഷെ ഇപ്പം ഡയറക്ട്ലി ആക്ടിങ് ആന്റിവൈറൽ ഏജൻസ് ആണ് കൊടുക്കുന്നത്. അത് വെരി ഹൈ ക്യൂർ റേറ്റ് ആണ്. പോസിറ്റീവ് RNA ലെവൽസ് ഉണ്ടെങ്കിൽ ദാറ്റ് പേഴ്സൺ നീഡ്സ് ട്രീറ്റ്മെന്റ്. സോ ഈ കറന്റ്ലി അപ്രൂവ്ഡ് ആയിട്ടുള്ള ഡയറക്ട്ലി ആക്ടിങ് ആന്റിവൈറൽ ഏജൻസ് എല്ലാം തന്നെ മോർ ദാൻ 18 years ഓഫ് ഏജിലാണ് അപ്രൂവ്ഡ് ആയിട്ടുള്ളത്. അപ്പൊ 18 years, സോ അതൊരു 35 to 40 years എടുക്കും ഈ HCV വൈറസ് ക്രോണിസിറ്റിയിലേക്ക് പോകാൻ. അപ്പൊ മോർ ദാൻ 18 years ഓഫ് ഏജ് വിത്ത് ഡിറ്റക്റ്റബിൾ HCV RNA ഉണ്ടെങ്കിൽ യു ഹാവ് ടു ട്രീറ്റ് ദ പേഷ്യന്റ്. സോ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഹെപ്പറ്റൈറ്റിസ് സി ആന്റി HCV പോസിറ്റീവായി HCV RNA പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് ട്രീറ്റ്മെന്റിലേക്ക് പോകണം. അപ്പൊ അതിനു മുമ്പ് സിറോട്ടിക് ആണോ നോൺ സിറോട്ടിക് ആണോ, പേഷ്യന്റ് വേറെ എന്തെങ്കിലും ഡ്രഗ്സ് എടുക്കുന്നുണ്ടോ, എന്തെങ്കിലും റീനൽ പ്രോബ്ലംസ് ഉണ്ടോ, പ്രഗ്നൻസി അങ്ങനെ എന്തെങ്കിലും HIV കോ ഇൻഫെക്ഷൻസ് ഉണ്ടോ, ഇതാണ് മെയിൻ ആയിട്ടുള്ള കൺസേൺ. അപ്പം അഗെയിൻ സിറോസിസ് ഉണ്ടെങ്കിലും നമ്മൾ സിറോട്ടിക് ആണോ, കോമ്പൻസേറ്റഡ് ആണോ, ഡീകോമ്പൻസേറ്റഡ് ആണോ നോക്കണം. ഹെപ്പറ്റൈറ്റിസ് ബി വൈറസിന്റെ കാര്യത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഇൻവേസീവ് നോൺ ഇൻവേസീവ് ടെസ്റ്റുകളാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. ഫൈബ്രോസ്കാൻ അല്ലെങ്കിൽ അപ്രി സ്കോർ, AST പ്ലേറ്റ്ലെറ്റ് റേഷ്യോ ഇൻഡെക്സ്, PIP4 അങ്ങനെയുള്ള ടെസ്റ്റുകൾ നോക്കുക. അത് നോക്കിയിട്ട് പേഷ്യന്റ് സിറോസിസിന്റെ എവിഡൻസ് ഉണ്ടോ, കോമ്പൻസേറ്റഡ് ആണോ, ഡീകോമ്പൻസേറ്റഡ് ആണോ എന്ന് ഉള്ളത് നോക്കുക. അപ്പം പേഷ്യന്റ് ഏജ് മോർ ദാൻ 80 years ആണ്, സിറോസിസ് ഉണ്ടോ, നോൺ സിറോട്ടിക് HCV RNA പോസിറ്റീവ് ആണെങ്കിൽ നോൺ സിറോട്ടിക് ആണോ സിറോട്ടിക് ആണോ എന്ന് നോക്കുക. അപ്പോൾ പേഷ്യന്റിന് സിറോസിസ് ഇല്ലെങ്കിൽ നമുക്ക് ആക്ച്വലി 3 months ട്രീറ്റ്മെന്റ് മതി. ദാറ്റ് ഈസ് സൊഫോസ്ബിർ പ്ലസ് ഡക്ലറ്റാസ്പിർ ആണ് ഡ്രഗ് ഓഫ് ചോയ്സ്. ദാറ്റ് ഈസ് ഗിവൺ ഫോർ 12 weeks.
3 months ട്രീറ്റ്മെന്റ് ആണ്. കോമ്പൻസേറ്റഡ് സിറോസിസ് ആണെങ്കിൽ നമ്മൾ 12 weeks ആണ് കൊടുക്കുന്നത്. ദാറ്റ് ഈസ് അഗെയിൻ സോഫോസ്ബിവർ പ്ലസ് വെൽപറ്റാസിർ. ഡീകോമ്പൻസേറ്റഡ് സിറോസിസ് ആണെങ്കിൽ നമ്മൾ റിബാവറിൻ ബേസ്ഡ് തെറാപ്പിയാണ് കൊടുക്കുന്നത്. പക്ഷെ നമുക്ക് റിബാവറിന് നമുക്കറിയാം ഒരുപാട് സൈഡ് എഫക്ട്സ് ഉണ്ട്. ഹീമോളിസിസ്, റിബാവറിൻ ഇസ് നോട്ട് സച്ച് ആൻ ഈസി ഡ്രഗ് ടു ടോളറേറ്റ്. അപ്പൊ റിബാവറിൻ ടോളറന്റ് ആണെങ്കിൽ ഓൺലി 3 months ട്രീറ്റ്മെന്റ് മതി. പക്ഷേ റിബാവറിൻ ഇൻടോളറന്റ് പേഷ്യന്റ് ആണെങ്കിൽ നമ്മൾ റിബാവറിൻ സ്കിപ്പ് ചെയ്യും. പക്ഷെ അങ്ങനെയുള്ള കേസസിൽ 6 months ട്രീറ്റ്മെന്റ് വേണം. സോ ഈവൻ ഇഫ് ഡീകോമ്പൻസേറ്റഡ് സിറോസിസ് ആണെങ്കിലും അല്ലെങ്കിലും ഒരു 3 to 6 months ട്രീറ്റ്മെന്റ് ആവശ്യമായിട്ട് വരുന്നുള്ളൂ. സോ അങ്ങനെയുള്ള കേസിൽ നമുക്ക് അത്രയ്ക്കൊരു ചാൻസ് ആണ് പേഷ്യന്റിനെ ക്യൂർ ചെയ്യാൻ വേണ്ടി, സോ ദാറ്റ് വി ക്യാൻ പ്രിവെന്റ് ദ പ്രോഗ്രഷൻ ടു സിറോസിസ് ആൻഡ് HCC. സോ നമുക്ക് ഈ പ്രോഗ്രാമിന്റെ പാർട്ടായിട്ട് ഹെപ്പറ്റൈറ്റിസ് ബി സി ഡ്രഗ്സ്, ഈ പറഞ്ഞ ഇൻവെസ്റ്റിഗേഷൻസ്, ഹെപ്പറ്റൈറ്റിസ് ബി എൻവലപ്പ് ആന്റിജൻ, HPV DNA, ഈ HCV RNA, ഈ ടെസ്റ്റുകളെല്ലാം നമുക്ക് പബ്ലിക് ഹെൽത്ത് ലാബിൽ അവൈലബിൾ ആണ്. ഈ ടീനോഫോവിർ, എൻഡെക്കാവർ, അതുപോലെ ഹെപ്പറ്റൈറ്റിസ് സിയുടെ സോഫോസ്ബിവർ, ഡക്ലറ്റാസ്വിർ, വെൽപറ്റാസ്വിർ, ഈ ഡ്രഗ്സ് എല്ലാം അവൈലബിൾ ആണ്. അപ്പം so kindly test and please screen the patients and kindly refer the positive maximum number of positive patients to our GH for offering this treatment, so that we can also become a part of this program. സോ ഇതാണ് മെയിൻ ആയിട്ട് പറയാനുള്ള. മാക്സിമം പേഷ്യൻസിനെ സ്ക്രീൻ ചെയ്യുക. അതുപോലെ ഹെപ്പറ്റൈറ്റിസ് ബി പോസിറ്റീവ് പേഷ്യൻസിനെ കിട്ടിക്കഴിഞ്ഞാൽ സിയുടെ കാര്യത്തിൽ നമ്മൾ കോണ്ടാക്ട് ട്രേസിങ് അല്ലെങ്കിൽ കോണ്ടാക്ട് ടെസ്റ്റിംഗ് റെക്കമെൻഡഡ് അല്ല. പക്ഷെ ഹെപ്പറ്റൈറ്റിസ് ബിയിൽ നമ്മൾ എല്ലാ കോണ്ടാക്ട്സിനെയും സ്ക്രീൻ ചെയ്യുക, പാർട്ട്നേഴ്സിനെ സ്ക്രീൻ ചെയ്യുക. എന്നിട്ട് പോസിറ്റീവ് ആണെങ്കിൽ യു ഹാവ് ടു ട്രീറ്റ് ദ പേഷ്യന്റ്, അതർവൈസ് യു ഹാവ് ടു വാക്സിനേറ്റ് ദ പേഷ്യന്റ്. ഇപ്പൊ മാക്സിമം ഇപ്പം മിക്കവാറും എല്ലാവർക്കും ഇങ്ങനെ ഇത്രയും ഡ്രഗ്സ്, ഇത് നേരത്തെ നമ്മൾ ഈ ഡയറക്ട്ലി ആക്ടിങ് ആന്റിവൈറൽ ഏജൻസി ലോഞ്ച് ചെയ്ത സമയത്ത് ഇറ്റ് വാസ് വെരി കോസ്റ്റ്ലി, എല്ലാവർക്കും അഫോർഡബിൾ ആയിരുന്നില്ല. അറൌണ്ട് 50,000 ഒക്കെ ആയിരുന്നു ഡ്രഗിന്റെ കോസ്റ്റ്. അപ്പൊ ആ ഡ്രഗ്സ് എല്ലാം തന്നെ ഇപ്പൊ നമുക്ക് ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. ജനറൽ ഹോസ്പിറ്റലിൽ എല്ലാ ഡ്രഗ്സും ഉണ്ട്. അപ്പം ഏതെങ്കിലും പേഷ്യന്റിനെ സ്ക്രീൻ ചെയ്ത് കിട്ടുകയാണെങ്കിൽ നമുക്ക് മാക്സിമം സ്ക്രീൻ ചെയ്യുക, ഈ പറഞ്ഞ ഈ ഫെസിലിറ്റി അവൈലബിൾ ആക്കുക. മാക്സിമം പേഷ്യൻസ് ഉണ്ടെങ്കിൽ സ്ക്രീൻ ചെയ്തിട്ട് ഞങ്ങൾക്ക് റെഫർ ചെയ്യണം. So thank you for the patient listening. Thank you. Thank you, Dr. Ponni. വലിയൊരു ടോപ്പിക് അറിയാം. വൈറൽ ഹെപ്പറ്റൈറ്റിസിന്റെ വലിയ ടെക്സ്റ്റ് ബുക്സ് ഉള്ളതാണ്. അത് വളരെ സിമ്പിൾ ആയിട്ട് വളരെ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ നന്നായിട്ട് പ്രസന്റ് ചെയ്തു. എല്ലാ ടോപ്പിക്കും പ്രധാനപ്പെട്ട എല്ലാം നന്നായിട്ട് കവർ ചെയ്തു. ഇനി സ്ക്രീൻ ഷെയർ ഒന്ന് സ്റ്റോപ്പ് ചെയ്യാം ഡോക്ടർ പൊന്നി. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് എടുക്കാം. അതിന് മുന്നേ ഞാൻ 1-2 ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. ഒന്ന്, നമുക്ക് എല്ലാം ഭയങ്കര സിമ്പിൾ ആണ്. ഇപ്പൊ നമ്മൾ PHC-യിൽ ഇരിക്കുന്നു അല്ലെങ്കിൽ CHC-യിൽ ഇരിക്കുന്നു, ഒരു പേഷ്യന്റ് HbCG പോസിറ്റീവ് ആയിട്ട് കൊണ്ടുവന്ന് നമ്മുടെ ഇതിൽ പേപ്പർ ഇരിക്കുകയാണ്, OP-യിൽ ഇരിക്കുകയാണ്. അപ്പൊ നമ്മളിത് എന്താ ചെയ്യേണ്ടത്? ഒരു പേഷ്യന്റ് നമ്മൾ വേറെ ഒരു ഫീവർ ആയിട്ട് വന്നു, അല്ലെങ്കിൽ വേറെ ഒരു അക്യൂട്ട് ഹെപ്പറ്റൈറ്റിസ് പ്രസന്റേഷൻ അല്ലാതെ HbCG അല്ലെങ്കിൽ ഗൾഫിൽ പോയിട്ട് വന്നു, ഫോണിലെ ടെസ്റ്റിൽ HbCG പോസിറ്റീവ് റിപ്പോർട്ട് കൊണ്ടുവന്നു, അക്യൂട്ട് സിറ്റുവേഷൻ അല്ല, അത് ആ പേഷ്യന്റ് നമ്മുടെ സിനാരിയോയില് നമുക്ക് എങ്ങനെ 1, 2, 3, 4 എങ്ങനെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും? നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് ഒന്നുകൂടെ റീഇൻഫോഴ്സ് ചെയ്യണം നമ്മൾ. സാർ, അത് മിക്കവാറും അങ്ങനെ തന്നെയായിരിക്കും. പേഷ്യൻസ് വേറെ എന്തെങ്കിലും കോസിന് വേണ്ടി നോക്കുമ്പോഴായിരിക്കും ഈ പോസിറ്റീവ് എന്നുള്ളത് കാണുന്നത്. അപ്പം നമുക്ക് എന്തായാലും ഈ പേഷ്യന്റിന് നമുക്ക് LFT ചെയ്യണം, ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യുക. അപ്പം ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് നോക്കുമ്പോഴത്തേക്കും ഹൈപ്പോ ആൽബുമിനീമിയ സിറോസിസിന്റെ എവിഡൻസ് ഉണ്ടോന്ന്. കോമ്പൻസേറ്റഡ് സിറോസിസ് ആണെങ്കിൽ മിക്കവാറും LFT നോർമൽ ആയിരിക്കാം. പക്ഷെ നമുക്ക് LFTയിൽ ഹൈപ്പോ ആൽബുമിനീമിയ ഉണ്ടോ എന്ന് നോക്കാം. അതുപോലെ ത്രോംബോസൈറ്റോപീനിയ ഉണ്ടോ എന്ന് നോക്കുക, പ്ലേറ്റ്ലെറ്റ് കൗണ്ട് നോക്കുക, അൾട്രാസൗണ്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക. എന്നിട്ട് നമുക്ക് ഈ പറഞ്ഞ ബാക്കി ടെസ്റ്റുകൾ, ഹെപ്പറ്റൈറ്റിസ് ബി എൻവലപ്പ് ആന്റിജൻ, HPV DNA PCR ക്വാണ്ടിറ്റേറ്റീവ്, ഇത് രണ്ടും പബ്ലിക് ഹെൽത്ത് ലാബിൽ അവൈലബിൾ ആണ്. എൻവലപ്പ് ആന്റിജനും HPV DNA ക്വാണ്ടിറ്റേറ്റീവ് ചെയ്യണം. അപ്പൊ അത് എനിക്ക് തോന്നുന്നു എല്ലാ പെരിഫറീസിൽ നിന്നും പബ്ലിക് ഹെൽത്ത് ലാബിലേക്ക് ഇൻവെസ്റ്റിഗേഷൻസ് വിടാം. അപ്പൊ അണ്ടർ NVHCP, നാഷണൽ വൈറൽ ഹെപ്പറ്റൈറ്റിസ് കൺട്രോൾ പ്രോഗ്രാം എന്ന് മെൻഷൻ ചെയ്തിട്ട് പബ്ലിക് ഹെൽത്ത് ലാബിലേക്ക് ഈ ഇൻവെസ്റ്റിഗേഷൻസ് വിടാം. അതുപോലെ അൾട്രാസൗണ്ട് നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യുന്നത് സിറോസിസിന്റെ എവിഡൻസ് ഉണ്ടോ എന്നുള്ളതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് പേഷ്യന്റിന് സിറോസിസിന്റെ എവിഡൻസ് ഉണ്ട്, ഡ്രഗ്സ് സ്റ്റാർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ബാക്കി ഇത്രയും ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്തിട്ട് നമുക്ക് റെഫർ ചെയ്യാം. പക്ഷെ നമ്മളിപ്പോ ഈ പേഷ്യന്റിന് ഇതൊന്നും ഇല്ലെങ്കിൽ പോലും, ഈ നമ്മൾ കാണുന്ന സമയത്ത് നോർമൽ ആണെങ്കിൽ പോലും നമ്മൾ ഏറ്റവും പ്രധാനം കോണ്ടാക്ട്സിനെ സ്ക്രീൻ ചെയ്യുക, അവരെ വാക്സിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ പ്രോഗ്രാമിന്റെ അടുത്ത സ്റ്റെപ്പിൽ വാക്സിൻസ് അവൈലബിൾ ആകും എന്നാണ് പറയുന്നത്.
അപ്പൊ അങ്ങനെ അവൈലബിൾ ആയില്ലെങ്കിൽ പോലും ഇപ്പോഴത്തെ സിറ്റുവേഷൻ തന്നെ ഒരു 65 റുപ്പീസിന് അടുത്തേ വാക്സിന്റെ കോസ്റ്റ് വരുന്നുള്ളൂ. അപ്പൊ മാക്സിമം കോൺടാക്ട്സിനെ വാക്സിനേറ്റ് ചെയ്യുക. അതിൽ കോൺടാക്ട്സിൽ ആരെങ്കിലും പോസിറ്റീവ് ആയിട്ടുണ്ടെങ്കിൽ അവരെ എല്ലാവരെയും ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഏറ്റവും പ്രധാനം അൾട്രാസൗണ്ട് ചെയ്യുന്നത് ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ സിറോസിസിന്റെ എവിഡൻസ് ഇല്ലെങ്കിൽ പോലും ഹെപ്പറ്റോസെല്ലുലാർ കാർസിനോമയായിട്ട് നമ്മൾ ഒരുപാട് കേസസ് കാണാറുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ചെയ്യുക. അപ്പൊ നമ്മളിപ്പോ കണ്ടു കഴിഞ്ഞ് പേഷ്യന്റ് ട്രീറ്റ്മെന്റ് ആവശ്യമില്ല എന്ന് പറഞ്ഞ് വിടുകയാണെങ്കിൽ പോലും ഈ പേഷ്യൻസിനെ എല്ലാം തന്നെ ട്രീറ്റിംഗ് ഡോക്ടേഴ്സ് അവരുടെ ഫോളോ അപ്പിൽ വെക്കുന്നതാണ് നല്ലത്. കാരണം ഏത് സ്റ്റേജിലാണ് ഈ പേഷ്യന്റ് സിറോസിസിൽ പോകുന്നത് അല്ലെങ്കിൽ ലിവർ ക്യാൻസറിൽ പോകുന്നതെന്ന് അറിയാൻ പറ്റില്ല. അപ്പൊ 6 months അവരുടെ ഒരു രജിസ്റ്റർ സൂക്ഷിച്ച് അവരെ ഫോളോ അപ്പ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. സോ HBCG പോസിറ്റീവ് സിംറ്റം ഒന്നും ഇല്ലെങ്കിലും ഏതൊക്കെ 2 ടെസ്റ്റ് പറയാമെന്ന് റിപ്പീറ്റ് ചെയ്ത് പറയാമോ? ഹെപ്പറ്റൈറ്റിസ് ബി എൻവലപ്പ് ആന്റിജൻ, DNA PCR. ഇത് രണ്ട് നമ്മൾ ലാബിൽ ചെയ്യും, പബ്ലിക് അവൈലബിൾ ആണ്. പോസിറ്റീവ് ആണെങ്കിൽ റെഫർ ടു ഗാസ്ട്രോഎൻട്രോളജിസ്റ്റ്, അതെ. നെഗറ്റീവ് ആണെങ്കിൽ വി ക്യാൻ കീപ്പ് ചെയ്യാം. പിന്നെ ഒരു 3 to 6 months നമ്മൾ ഫോളോ അപ്പ് ചെയ്യണം, ഫോളോ അപ്പ് റിപ്പീറ്റ് ചെയ്യാം, സ്ക്രീൻ ചെയ്യാന്നുള്ളതാണ്. വെരി ഗുഡ്, താങ്ക് യു. പിന്നെ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ HCV നമുക്കറിയാം 50% കേസ് നമ്മുടെ റുട്ടീൻലി അല്ലെങ്കിൽ 50% ആൾക്കാർക്ക് അറിയത്തില്ല HCV പോസിറ്റീവ് എന്ന്. ആൻഡ് ഓൾസോ ഈ പ്രോഗ്രാം കൊണ്ടുവരുന്നതിന്റെ കാരണം വെച്ചാൽ 150% റൈസ് ഇൻ റീസെന്റ് HCV ഇൻഫെക്ഷൻ വന്നിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും ഒരു കൺട്രോൾ പ്രോഗ്രാം കൊണ്ടുവന്ന എലിമിനേഷൻ പ്രോഗ്രാം അല്ല 2008 അറിയാം. അപ്പൊ ഞാൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഈ ഒന്ന് ഈവൻ ഡ്രഗ് യൂസേഴ്സിനൊക്കെ ഏറ്റവും കൂടുതൽ അതുകൊണ്ടായിരിക്കണം അല്ലെ HCV കൂടുതൽ പോസിറ്റീവ് ആയിട്ട്. നമ്മൾ ആക്ച്വലി പഞ്ചാബ് പോലുള്ള സ്റ്റേറ്റ്സിൽ IV ഡ്രഗ് അബ്യൂസ് വളരെ കൂടുതലാണ്. അപ്പൊ ഇവിടത്തെക്കാട്ടിലൊക്കെ കൂടുതൽ HCV പോസിറ്റീവ് പേഷ്യൻസ് അവിടെ ഉണ്ട്. അതുപോലെ നമ്മൾ ജയിലിൽ കുറെ സ്ക്രീനിങ് ചെയ്തിരുന്നു. അപ്പൊ ജയിലിലൊക്കെ സ്ക്രീൻ ചെയ്തിട്ട് ഹൈ റിസ്ക് ഗ്രൂപ്പിൽ സ്ക്രീൻ ചെയ്ത് പേഷ്യൻസ് വന്നിട്ടുണ്ട്. അപ്പൊ അത് മിക്കവാറും എല്ലാവരും IV ഡ്രഗ് അബ്യൂസ് ഉള്ള ആൾക്കാരാണ്. പക്ഷെ വൺസ് നമ്മളൊരു സർജറിക്ക് വേണ്ടി സ്ക്രീൻ ചെയ്ത് HCV പോസിറ്റീവ് ആണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എപ്പോഴും പേഷ്യന്റ് പോസിറ്റീവ് ആവണം എന്നില്ല, വന്ന് ക്ലിയർ ചെയ്തതും ആകാം. HCV RNA ചെയ്താലേ കറക്റ്റ് ഒരു പിക്ചർ കിട്ടുള്ളൂ. പക്ഷെ HCV RNA പോസിറ്റീവ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി പേഷ്യന്റ് നീഡ്സ് ട്രീറ്റ്മെന്റ്. ബി പോലെയല്ല, 100% almost 100% ക്യൂർ ആണ്. യു ക്യാൻ പ്രിവെന്റ് ദ പേഷ്യന്റ് ഫ്രം ഡെവലപ്പിംഗ് ഹെപ്പറ്റൈറ്റിസ് കാർസിനോമ അല്ലെങ്കിൽ സിറോസിസിൽ നിന്ന് ഡെവലപ്പിംഗ്. ഡ്രഗ്സ് വളരെ ഫ്രീ ആണ്, വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഡ്രഗ്സ് ആണ്, അതെല്ലാം നമുക്ക് ഫ്രീ ആണ്. അതായത് അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാം. ഹെപ്പറ്റൈറ്റിസ് BCയുടെ ഡ്രഗ്സ് എല്ലാം കോസ്റ്റ്ലി ഡ്രഗ് നമ്മുടെ ഗവൺമെന്റ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. വൺസ് ഡയഗ്നോസ് ചെയ്ത് പേഷ്യന്റ് റെഫർ ചെയ്ത് 6 months അല്ലെങ്കിൽ 12 മാക്സിമം 6 months ഫ്രീ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്. അതർ വൺ ഹെപ്പറ്റൈറ്റിസ് B ആണെങ്കിൽ ലൈഫ് ലോങ് തെറാപ്പിയാണ്, അത് ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്. അതെ, സിറോസിസിന് എവിഡൻസ് ഉണ്ടെങ്കിൽ ലൈഫ് ലോങ് ട്രീറ്റ്മെന്റ് വേണം, അതും ഫ്രീ ആണ്. രണ്ടും നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, ഈ ഹെപ്പറ്റൈറ്റിസ് C വൈറസ് ആർക്കൊക്കെ നമ്മൾ സ്ക്രീൻ ചെയ്യണം? നമുക്ക് ചെയ്യാൻ പറ്റത്തില്ലല്ലോ, ആർക്കൊക്കെ ചെയ്യണം? അല്ല, മെയിൻ ആയിട്ട് നമ്മളിപ്പോ വരുന്നത് ഹൈ റിസ്ക് ഗ്രൂപ്പിലാണ്. അതായത് IV ഡ്രഗ് അബ്യൂസേഴ്സ്, മൾട്ടിപ്പിൾ സെക്ഷൽ പാർട്ട്നേഴ്സ്, ഹെൽത്ത് കെയർ വർക്കേഴ്സ്, അങ്ങനെ ബിയുടെ അതേ പാറ്റേൺ തന്നെയാണ് വരുന്നത്. എസ്പെഷ്യലി നമുക്ക് IV ഡ്രഗ് അബ്യൂസേഴ്സിലാണ് കൂടുതലും വരുന്നത്. പിന്നെ റുട്ടീനായിട്ട് സർജറിയുടെ പാർട്ടായിട്ട് സ്ക്രീൻ ചെയ്യുമ്പോഴും ഒരുപാട് പേഷ്യൻസ് വരാറുണ്ട്. എസ്പെഷ്യലി ഒരു ഹിസ്റ്ററി ഉണ്ടാവും, ഒരു പ്രീവിയസ് ഒരു ഹോസ്പിറ്റൽ ഹിസ്റ്ററി എന്തെങ്കിലും ഉണ്ടാവും മിക്കവാറും പേഷ്യൻസിന്, ഒരു സർജറി ഹിസ്റ്ററിയോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ കൂടുതൽ കാണാറുണ്ട്. മറ്റൊരു നമ്മൾ വായിച്ചത് തന്നെയാണ്, ഈ സെക്ഷൻ നമ്മൾ നോക്കുമ്പോൾ കമ്പയർഡ് ടു ഹെപ്പറ്റൈറ്റിസ് B, C ഭയങ്കര കുറവല്ലേ? ബി ആണ് മറ്റേത് ഭയങ്കര റയർ ആയിട്ടുള്ള. ഇത്രേ ഉള്ളൂ. പിന്നെ ക്വസ്റ്റ്യൻസ് വേറെ നമ്മൾ നാഷണൽ പേഷ്യന്റ് ഹെപ്പറ്റൈറ്റിസ് B or C ആ പേഷ്യന്റ് വന്നെങ്കിൽ എങ്ങനെയായിരിക്കും? ആൽക്കഹോൾ B or C with alcohol. That means hepatitis B or C virus usually ഒരു ലിവറിന് ഡാമേജ് ഉണ്ടാകുന്ന ഒരു ഓൾറെഡി ഒരു നല്ല സാധനം ഓൾറെഡി ഉണ്ട്. അതിന്റെ കൂടെ അഡീഷണൽ ആൽക്കഹോൾ അല്ലെങ്കിൽ ബാക്കിയുള്ളത് വരുമ്പോഴത്തേക്കും there is a more chance of going in for cirrhosis. അപ്പൊ അത് B മാത്രമായിരിക്കില്ല കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, അതേഴ്സും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. വാട്ട് എവർ ബി പേഷ്യന്റ് സിറോസിസ് ഉണ്ടോ, യു ഹാവ് ടു സ്റ്റാർട്ട് ഓൺ ആന്റിവൈറൽസ് ആൻഡ് സ്റ്റോപ്പ് ആൽക്കഹോൾ. പിന്നെ ഫാറ്റി ലിവറിന്റെ ബാക്കി എന്താണ് കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടർ, അത് ട്രീറ്റ് ചെയ്യാന്നുള്ളത്. ഹെപ്പറ്റൈറ്റിസ് C പേഷ്യന്റ് ഹെപ്പറ്റൈറ്റിസ് B വാക്സിൻ എടുത്തിരിക്കണം അല്ലേ? അതെ സർ. CLD പേഷ്യൻസിന് ഐഡിയൽ റെക്കമെൻഡേഷൻ ഹെപ്പറ്റൈറ്റിസ് A ആൻഡ് B വാക്സിൻ എടുക്കണം എന്നാണ്. അപ്പൊ CLD പേഷ്യൻസിന് യൂഷ്വലി ഡബിൾ ഡോസ് ആണ്, CLD ആൻഡ് CKD ഡബിൾ ഡോസ് റെക്കമെൻഡേഷൻ ആണ്. ക്വസ്റ്റ്യൻസ് എടുക്കാമേ. ഫ്രം ഡോക്ടർ ഷൈജറ്റ്, ഹൗ ടു ട്രീറ്റ് ഫാറ്റി ലിവർ? That's a very difficult question. Next topic ആണ്, topic for presentation ആണ്. Fatty liver എന്ന് പറയുമ്പോൾ it is basically fat deposition in the liver.
ഒരു മോർ ദാൻ 5% സെൽസിൽ ഫാറ്റി ഇൻഫിൽട്രേഷൻ വരുമ്പോഴാണ്. അത് ഒരു നമ്മുടെ സെറ്റിംഗ്സിൽ മോസ്റ്റ് കോമൺ നോൺ ആൽക്കഹോളിക് എന്ന് പറഞ്ഞാൽ ആൽക്കഹോൾ തന്നെയാണ് മോസ്റ്റ് കോമൺ കോസ് ഓഫ് ഫാറ്റി ലിവർ. പിന്നെ ഡ്രഗ്സ്, ഒരുപാട് കോസസ് ഉണ്ട്. അപ്പം എന്താണോ കോസ്, ഇപ്പൊ ആൽക്കഹോൾ അല്ലെങ്കിൽ ഡ്രഗ്സ് ആണെന്നുണ്ടെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്ത് അത് സ്റ്റോപ്പ് ചെയ്യുക. നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ആകുമ്പോൾ മിക്കവാറും ഇൻസുലിൻ റെസിസ്റ്റൻസ്, ഡയബറ്റീസ്, ഡിസ്ലൈപ്റ്റീമിയ, ഹൈപ്പർ ടെൻഷൻ അതെല്ലാം കൺട്രോൾ ചെയ്യുക. ഫാറ്റി ലിവറിന് അനുസരിച്ച് ഡ്രഗ്സിന് ആകെ വൈറ്റമിൻ ഇ മാത്രമേ റെക്കമെൻഡേഷൻ ഉള്ളൂ. മോസ്റ്റ് ഇമ്പോർട്ടന്റ്ലി ഡയറ്റ്, എക്സസൈസ്, വെയിറ്റ് റിഡക്ഷൻ. ഡയറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും അവോയ്ഡ് കാർബോഹൈഡ്രേറ്റ്, പിന്നെ ഫ്രൈഡ് ഫുഡ്സ്, ഓയിലി ഫുഡ്സ്. ബാക്കി എല്ലാത്തിലും പറയുന്നത് പോലെ എക്സസൈസ് അറ്റ്ലീസ്റ്റ് 150 minutes ഓഫ് എയറോബിക് എക്സസൈസ് 5 days per week for 25 to 30 minutes. Then weight reduction, at least 10% of the current weight. സോ ഫാറ്റി ലിവറിനെ സംബന്ധിച്ച് ഒരു മാജിക് ഒന്നുമില്ല. ബാക്കി കോമോർബിഡിറ്റീസ് ഉണ്ടെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യുക. പിന്നെ ഈ 3 കാര്യങ്ങൾ, ഡയറ്റ്, എക്സസൈസ്, വെയിറ്റ് റിഡക്ഷൻ. പക്ഷെ നമ്മൾ അൾട്രാസൗണ്ട് ഫാറ്റി ലിവർ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഇതിൽ നമുക്ക് ഏറ്റവും പ്രധാനം കാർഡിയോവാസ്കുലർ മോർട്ടാലിറ്റി ആണ് കൂടുതൽ, അല്ലെങ്കിൽ കാർഡിയോവാസ്കുലർ പ്രോബ്ലംസിനാണ് കൂടുതൽ ചാൻസ്. അപ്പൊ അത് നോക്കുക. പിന്നെ ഈ ഫൈബ്രോസിന്റെ എവിഡൻസ് ഉണ്ടോ എന്ന് നോക്കുക. അതിൽ ഒന്നുകിൽ ഫൈബ്രോ സ്കാൻ ചെയ്യാം, അല്ലെങ്കിൽ നോൺ ഇൻവേസീവ് മാർക്കേഴ്സ് ഉണ്ട്. AST, പ്ലേറ്റ്ലെറ്റ് റേഷ്യോ ഇൻഡെക്സ്, ഇതൊക്കെ ഓൺലൈൻ കാൽക്കുലേറ്റർ ആയിട്ട് കിട്ടും. FIB4 അങ്ങനെയുള്ള ഇതുണ്ട്. അപ്പൊ അത് നോക്കിയിട്ട് ഫൈബ്രോസിന്റെ എവിഡൻസ് ഉണ്ടോ എന്ന് നോക്കാം. കാരണം അത് വലിയ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. കാരണം വെച്ചാല് നമ്മൾ നോർമൽ ലിവർ അൾട്രാസൗണ്ട് നമ്മൾ ആരും കാണാറില്ല. വാട്ട്സ് ഡിഫറൻസ്? ഈ ഫാറ്റി ഇൻഫിൽട്രേഷനും ഫാറ്റി ലിവറും സെയിം തന്നെയാണ്. നമുക്ക് ഫാറ്റി ഇൻഫിൽട്രേഷൻ വരുന്നത് കൊണ്ടാണ് മോർ ദാൻ 5% ഹെപ്പാറ്റിക് സെൽസിൽ സ്റ്റിയറ്റോസിസ് വരുന്നത് കൊണ്ടാണ് ഫാറ്റി ലിവർ വരുന്നത്. പക്ഷെ അത് അൾട്രാസൗണ്ട് അത്രയ്ക്ക്, അൾട്രാസൗണ്ട് പറയുമ്പോഴത്തേക്കും ഒരു മോർ ദാൻ 20% സെൽസിലൊക്കെ വരുമ്പോഴാണ് അൾട്രാസൗണ്ട് ഡിറ്റക്ട് ചെയ്യുന്നത് ഫാറ്റി ലിവറിന്. സോ അൾട്രാസൗണ്ട് നമുക്ക് അത്ര സെൻസിറ്റീവ് ആണെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ പോപ്പുലേഷൻ എടുത്തു കഴിഞ്ഞാൽ ഒരു മോർ ദാൻ 50% കൂടുതൽ ഇപ്പം ഫാറ്റി ലിവർ ഉണ്ട്. Second question, Dr. Anju conveyed to how to diagnose and manage Gilbert syndrome. Gilbert syndrome actually it is a mainly unconjugated hyperbilirubinemia ആണ്. ഒരു 6 to 7% ആണ് നമ്മുടെ പോപ്പുലേഷനിലെ പ്രിവലൻസ്. അപ്പൊ അത് ബാക്കി ഹീമോളിസിന്റെ കോസസ് ഒന്നും ഇല്ല. മെയിൻലി OTPT വേരിയേഷൻ കാണരുത്. ഇറ്റ് ഷുഡ് ബി unconjugated hyperbilirubinemia. Then exclude other causes of hemolysis by doing autoimmune hemolysis. ബാക്കി other causes എല്ലാം exclude ചെയ്യുക. If it is then Gilbert ആണെന്ന് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ only reassurance മാത്രമേ പറയുന്നുള്ളൂ. Thank you. Then from Bennett sir, what is the use of doing ultrasound every 6 months if you are not treating? Sir, hepatitis B ആണോ ഉദ്ദേശിച്ചത്? BOCO രണ്ടായാലും ചോദിച്ചതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മിക്കവാറും ഇങ്ങനെ നമ്മള് ട്രീറ്റ് ചെയ്യും. പക്ഷെ ചില പേഷ്യൻസ് ഒട്ടും ബില്ലിംഗ് അല്ലല്ലോ. അവര് ഒറ്റമൂലി അങ്ങനെ വേറെ വെടിയിൽ അതർ സിസ്റ്റത്തിലോട്ടൊക്കെ പോകുന്നവരെ വീണ്ടും നമ്മൾ തന്നെ ഈ ഫോളോ അപ്പ് വേണം എന്ന് പറയുകയും നമ്മൾ ആക്ച്വലി എന്ത് ഫോളോ അപ്പ് ആണ് ചെയ്യുന്നത്? ഇനി അവർ ടോട്ടലി മാറിപ്പോകുന്നവരെ നമുക്ക് ഏത് രീതിയിൽ ഫോളോ അപ്പ് ചെയ്യാൻ പറ്റും? സർ, അത് നോക്കുന്നത് നമ്മളിപ്പോ നോക്കുന്ന പോയിന്റിൽ പേഷ്യന്റ് ട്രീറ്റ്മെന്റ് ആവശ്യം ഉണ്ടായിരിക്കില്ല. LFT നോർമൽ ആയിരിക്കാം. പക്ഷെ ഒരു 6 months കഴിഞ്ഞ് നോക്കുമ്പോഴേ പേഷ്യന്റ് ഹെപ്പറ്റൈറ്റിസ് ഇൻഫ്ലമേഷന്റെ ഫീച്ചേഴ്സ് കാണാം. ALT എലിവേഷൻ ഉണ്ടായിരിക്കും. ഒരു 3 times ALT എലിവേഷൻ ഉണ്ട്. അല്ലെങ്കിൽ അൾട്രാസൗണ്ട് നോക്കുമ്പോഴത്തേക്കും CLDയുടെ ഫീച്ചേഴ്സ് ഉണ്ടാകാം. ഒരു ലിവർ ഷ്രിങ്കേജ് അങ്ങനെ എന്തെങ്കിലും. അപ്പോൾ എപ്പോഴാണോ പേഷ്യന്റിന് ഒരു എയർലി സിറോസിസ് അല്ലെങ്കിൽ സിറോസിന്റെ ഫീച്ചേഴ്സിലേക്ക് പോകുന്നത്, ആ സമയത്ത് നമുക്ക് ആന്റിവൈറൽസ് സ്റ്റാർട്ട് ചെയ്യണം. കാരണം എല്ലാ പേഷ്യന്റിനും BA പേഷ്യൻസിന് നമുക്ക് ആന്റിവൈറൽ അഡ്വൈസ് കൊടുക്കാനാണ് അല്ലെ? ബേസിക്കലി നമുക്ക് ഒരു അഡ്വൈസ് കൊടുക്കാനായിട്ട് ആന്റിവൈറൽസ് ഉണ്ടെന്ന് പറയാം അല്ലെ? ആന്റിവൈറൽസ് ഉണ്ട്. ഈ ഫോളോ അപ്പ് വരാതെ പോകുന്നത് അവരുടെ ഇഷ്ടമാണ്. അതെ സർ, അത് ഒരു വേറെ സിസ്റ്റത്തിലേക്ക് പോകുന്നത്. അതെ സർ. പക്ഷെ ഈവൻ ഓൺ ആന്റിവൈറൽസ് തന്നെ ഹെപ്പറ്റോസെല്ലുലാർ കാർസിനോമ ഡെവലപ്പ് ചെയ്യാം. അപ്പൊ നമുക്ക് നന്നായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു എയർലി ഫോക്കൽ ലീഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എയർലി ആയിട്ട് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള അഡ്വാൻറ്റേജസ് ഉണ്ട്. ഒരു 15 to 40%, 15 to 40 ആണ് സിറോസിസ് അല്ലെങ്കിൽ HCC ഡെവലപ്പ് ചെയ്യാനുള്ള ചാൻസ് ക്രോണിക് ബിയിൽ. അപ്പൊ നമുക്ക് ഡെഫിനറ്റ് ആയിട്ട് പേഷ്യൻസ് ഫോളോ അപ്പിന് വരിക തന്നെ വേണം. കാരണം നമ്മൾ കാണുന്ന മെജോറിറ്റി പേഷ്യൻസിന് ഉണ്ടാവില്ല. പക്ഷെ കൂടുതലും നമ്മൾ പേഷ്യൻസിനെ അങ്ങനെ ഒരു സിറോസിസ് അല്ലെങ്കിൽ ഒരു യങ് പേഷ്യന്റ് വിത്ത് HCC കണ്ടു കഴിയുമ്പോൾ നമുക്ക് നാച്ചുറലി എല്ലാ പേഷ്യൻസിനെ ഫോളോ അപ്പ് വേണം എന്ന് തന്നെ തോന്നും. ഈ ഫാറ്റി ലിവറിന്റെ ഡിസ്കഷൻ വന്നുകൊണ്ട് പറയാണ് ഞാൻ ഇപ്പോഴും കൺസൾട്ടേഷൻ ഒത്തിരി കുട്ടികൾ പ്രത്യേകം കോവിഡിന്റെ പോസ്റ്റ് കോവിഡ് സെനാരിയോയില് ഒബീസിറ്റി ഫോളോ വിത്ത് ഫാറ്റി ലിവർ ആയിട്ട് പ്രസന്റ് ചെയ്യുന്നത്. ഞാൻ മിക്കവാറും ഒക്കെ ഒബീസിറ്റി ഉള്ളവരെല്ലാം അൾട്രാസൗണ്ട് ചെയ്യാറുണ്ട്. ചെയ്യുമ്പോൾ ഫാറ്റി ലിവർ ആയിട്ട് പ്രസന്റ് ചെയ്യുന്നുണ്ട്. അവർക്ക് നമുക്ക്
ഈ ഡോക്ടർ പൊന്നി ഇപ്പൊ പറഞ്ഞ അഡ്വൈസ് തന്നെ കൊടുത്താൽ മതിയല്ലോ അല്ലേ? അതെ സാറേ, മിക്കവാറും ഈ മറ്റേ ബിവറേജ്, മറ്റേ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് അങ്ങനെയൊക്കെ ഉള്ളതാണ് സാർ. ഫാസ്റ്റ് ഫുഡ് അറിയാമല്ലോ സാർ. ഈ ഒരു അതെ അതെ അതെ. പക്ഷെ അവരുടെ എൻസൈംസ് ഒന്നും അങ്ങനെ ഒരു എലിവേറ്റഡ് ആയിട്ട് കണ്ടിട്ടില്ല. ഒൺലി അൾട്രാസോണോഗ്രാഫിയിൽ ഫാറ്റി ലിവർ ആയിട്ടിരിക്കുന്ന നാഷിൽ പോലും എൻസൈംസ് എലിവേറ്റഡ് ആകണമെന്നില്ല. നമ്മൾ ശരി ജസ്റ്റ് ഒരു ഫൈബ്രോസിസ് അസസ് ചെയ്യുമ്പോഴേ കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റുള്ളൂ. ഓക്കെ, താങ്ക് യു. Another question from Dr. Anju. That is transient elevation of serum bilirubin in few patients whose markers are negative. How to manage? Transient elevation of serum bilirubin in some patients whose viral markers are negative. How to manage that patients? അത് കോൺജുഗേറ്റഡ് ആണോ അൺകോൺജുഗേറ്റഡ് ആണോ എന്നുള്ളത് നോക്കിയിട്ട്, മിക്കവാറും അത് ഗിൽബർട്ട് ആയിരിക്കാം. അൺകോൺജുഗേറ്റഡ് ആണെങ്കിൽ reassurance only. Has hepatitis C control program rolled out in Kerala? Yes, yes. 2020 മുതൽ നമ്മൾ പ്രോഗ്രാം ലോഞ്ച് ചെയ്തിട്ടുണ്ട്. എല്ലാ ഡ്രഗ്സും എല്ലാ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസിലും മെഡിക്കൽ കോളേജസിലും അവൈലബിൾ ആണ്. നമുക്കിവിടെ ജനറൽ ഹോസ്പിറ്റലിലും മെഡിക്കൽ കോളേജ് ട്രിവാൻഡ്രത്തിലും അവൈലബിൾ ആണ്. മെഡിക്കൽ കോളേജ് ട്രിവാൻഡ്രം ആണ് മോഡൽ ട്രീറ്റ്മെന്റ് സെന്റർ കേരളത്തിലെ. Another from Dr. Chitra, asymptomatic bilirubin and enzyme elevation. What all need to be done? Both bilirubin and enzymes, OTPT are elevated, and alkaline phosphatase problem may be elevated. What all need to be done? How? Yeah. Both bilirubin and alkaline phosphate. Bilirubin and enzymes. ഇപ്പോഴത്തെ നമ്മുടെ കറന്റ് സെറ്റിംഗിൽ ഫാറ്റി ലിവർ തന്നെയാണ് ആദ്യമേ എക്സ്ക്ലൂഡ് ചെയ്യേണ്ടത്. അതായത് SGPT ആണോ OT ആണോ എലിവേഷൻ. SGPT മോർ ദാൻ SGOT ആണ് ഉണ്ടെങ്കിൽ ഇറ്റ് ഇസ് ഫസ്റ്റ് തിങ് വി ഹാവ് ടു എക്സ്ക്ലൂഡ് ഫാറ്റി ലിവർ. ദെൻ സെക്കൻഡ് തിങ് ഈസ് ഡ്രഗ്സ്. ഇനി മിക്കവാറും നമ്മുടെ കേരളത്തിലെ ഇതില് എന്തെങ്കിലും ഒരു ഡ്രഗ്സ് ഒക്കെ മിക്കവാറും ഉണ്ടാവും. ഒരു കോംപ്ലിമെന്ററി ഓൾട്ടർനേറ്റീവ് ഡ്രഗ്സ് ഉണ്ടാവും. അപ്പൊ ഡ്രഗ് ഇൻഡ്യൂസ്ഡ് ലിവർ ഇഞ്ചുറി റൂൾ ഔട്ട് ചെയ്യുക. Viral hepatitis, again hepatitis B or C has to be ruled out. Another question from Dr. Sinuar, whether phenobarbital can be given in Gilbert syndrome for purpose of medical clearance for going abroad? It's an enzyme inducer. Usually as per protocols it is not recommended. Only reassurance, then avoid dehydration, fasting, drugs like that only. ചോദിക്കാന്ന് ഗോയിങ് എബ്രോഡ് അതുകൊണ്ട് അവര് മെഡിക്കൽ അൺഫിറ്റ് ആക്കുന്നുണ്ട്. അപ്പം അവർക്ക് കൊടുത്ത നെഗറ്റീവ് ആക്കാൻ പറ്റുമെന്നാണ്, കൊടുക്കാൻ പറ്റുമോ? റെക്കമെൻഡേഷൻ ഇല്ല, പക്ഷെ പലരും കൊടുക്കാറുണ്ട് ഫിനോബാർബിറ്റോൺ. ട്രാൻസിനായിട്ട് കുറഞ്ഞു നിൽക്കുന്നു. Dr. Chitra, in a febrile patient with LFT derangement, which is the antipyretic to be given? Yes, sir. It's a very good question. Actually, it's a CLD. We can give paracetamol up to 2 grams per day is recommended in CLD. പക്ഷെ NSAID is recommended അല്ല. They can go in for renal injury. പക്ഷെ viral hepatitis അല്ലെങ്കിൽ ഒരു ഹെപ്പറ്റൈറ്റിസിന് അങ്ങനെ ക്ലിയർ കട്ട് ഗൈഡ് ലൈൻസ് ഇല്ല whether we can give or not എന്നുള്ളത്. പക്ഷെ മിക്കവാറും വരുന്ന മൈനർ ഫീവർ ആണ്. ഒരു 2 to 3 gram per day വരെ കൊടുക്കാം എന്നുള്ളതാണ് റെക്കമെൻഡേഷൻ. There is no contraindication in giving. Excellent presentation. ഒത്തിരി പേര് എഴുതിയിട്ടുണ്ട്. From Dr. Liji, what's the safety limit of short course steroid in viral hepatitis? Viral hepatitis steroids are not recommended, sir. Actually, it is in alcoholic hepatitis. Yes, what is that index called? Steroids. The index discriminant function is less than 32. Yes, you can give a trial of steroids. ചുമ്മാ ഒരു ചോദിക്കാനായിട്ടൊന്ന് ചോദിക്കുകയാണ്. നമ്മുടെ കീഴാർനെല്ലിയെ പറ്റി 2 വാക്ക് പറഞ്ഞാൽ നല്ലതാണ്. അല്ല സാർ, എനിക്ക് അതിനെ കുറിച്ച് അറിയില്ല. പക്ഷെ കീഴാർനെല്ലി അങ്ങനെ പറഞ്ഞിട്ടുള്ളത് കീഴാർനെല്ലി മാത്രമാണെങ്കിൽ പ്രശ്നമില്ല. പക്ഷെ അതിന്റെ കൂടെ ബാക്കി ഡ്രഗ്സും കൂടെ ബാക്കി എന്തൊക്കെയാന്നുള്ളത് നമുക്ക് അറിയത്തില്ലല്ലോ. മീൻസ് ഇവരൊരു കോക്ടെയിൽ അല്ലേ കൊടുക്കുന്നത് ഒറ്റമൂലി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിനകത്തിലെ കണ്ടന്റ് എന്തൊക്കെയാണെന്നുള്ളത് അറിയത്തില്ല. അത് മാത്രമാണെങ്കിൽ പഠനം നടത്തിക്കൂടെ നമുക്ക്? അവര് പറയുന്നതില് എനിക്ക് ഇത് ഹെപ്പറ്റൈറ്റിസ് എക്ക് ആയിരിക്കും ഗുണം അല്ലേ കുറച്ചൊക്കെ? ഹെപ്പറ്റൈറ്റിസ് എയുടെ കൊടുത്താലും കുറയും. അതെ അതെ, കറക്റ്റ്. പക്ഷെ എനിക്ക് തോന്നുന്നത് നമ്മള് പഠനം നടത്തുന്നത് നല്ലതായിരിക്കും. പിന്നെ ആദ്യമേ ഡോക്ടർ പൊന്നി പറഞ്ഞില്ലായിരുന്നു നമുക്ക് റിസർച്ചിന്റെ ഒക്കെ കാര്യങ്ങൾ വേണമെന്ന്. പക്ഷെ അത് നമ്മളിപ്പം ഹെൽത്ത് സർവീസിൽ അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടെന്നാണ് ഞാനും കേട്ടത്. നമുക്ക് അതിന്റെ ഇമ്പോർട്ടൻസ് ഹെൽത്ത് സർവീസിൽ വരണം. അതെ സർ, നമുക്കൊരു ഹെപ്പറ്റൈറ്റിസ് ബി സി പ്രിവലൻസ് നമ്മുടെ ഒരു ഡേറ്റ ഇല്ല. നമ്മുടെ കേരളത്തിലെ പോപ്പുലേഷനിൽ എന്താണ് പ്രിവലൻസ് എന്നുള്ളത്. അല്ല തുടങ്ങിക്കൂടെ? GH തന്നെ തുടങ്ങിക്കൂടെ? അല്ല തുടങ്ങണം. നമുക്ക് എല്ലാവരും സഹകരിക്കാവുന്ന നമ്മൾ ഇത് ഈ CME ഇത് ചെയ്യുന്നതിന്റെ ഉദ്ദേശം അത് തന്നെയാണ്. നമ്മുടെ പെരിഫറിയിൽ ഇരിക്കുന്ന സ്പെഷ്യലിസ്റ്റുകളുണ്ട്, അല്ലാത്ത ഡോക്ടേഴ്സ് ഉണ്ട്. എല്ലാവർക്കും ഇതുപോലുള്ള കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ പൊന്നി ഒരു ഡയറക്ഷൻ കൊടുത്തു കഴിഞ്ഞാലും അതിന്റെ ഫോർമാറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാലും
KGMO ഉള്ളതുകൊണ്ട് എനിക്ക് തോന്നുന്നു പ്രത്യേകിച്ച് നമ്മളിപ്പോൾ അക്കാഡമിക് സെല്ലും കൂടെ നന്നായിട്ട് രൂപീകരിച്ചൊക്കെ വരുന്നതുകൊണ്ട് ഇതൊരു പ്രാക്ടിക്കലി ഡിഫിക്കൽട്ടി കാര്യമായിട്ട് തോന്നുന്നില്ല. ചെയ്യാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. ഒരു സർവേ ആയിട്ട് വിത്ത് എത്തിക്കൽ കമ്മിറ്റിയുടെ അപ്രൂവലും കൂടെ ഉണ്ടെങ്കിൽ ഇത് സ്റ്റഡി ആയിട്ട് നമുക്ക് പ്രോപ്പറായിട്ട് തന്നെ പ്രസന്റ് ചെയ്തൂടെ? നിങ്ങളെപ്പോലുള്ള കഴിവുള്ളവരുള്ളപ്പം പിന്നെ പ്രശ്നമല്ല ഇതൊക്കെ ചെയ്യാൻ. മെയിനായിട്ട് ഇങ്ങനെ ഒരു ഡ്രഗ്സ് അവൈലബിൾ ആണെന്ന് പെരിഫറിയിൽ അറിയത്തില്ല സർ. അപ്പം ഒട്ടും അറിയത്തില്ല. ഗാസ്ട്രോഎൻട്രോളജിസ്റ്റ് ഉണ്ടെന്ന് പോലും എനിക്ക് പോലും അറിഞ്ഞൂടാ. എനിക്ക് പോലും എന്ന് പറഞ്ഞാൽ ശരിയല്ല, എനിക്ക് അറിഞ്ഞൂടായിരുന്നു. സർ അപ്പൊ ഡ്രഗ്സ് ഉള്ളത് കൊണ്ട് മാക്സിമം നമുക്ക് പേഷ്യൻസിനെ വേണം പെരിഫറിന്ന്. കാരണം കഴിഞ്ഞ ഒരു കോവിഡിന്റെ സമയത്ത് ഹോസ്പിറ്റൽ ക്ലോസ് ചെയ്തപ്പോൾ ഡ്രഗ്സ് എല്ലാം എക്സ്പയറി ആയി പോയി കുറെയൊക്കെ. അപ്പൊ അതുകൊണ്ട് നമുക്ക് മാക്സിമം പേഷ്യൻസ് ഉണ്ട്. ഡ്രഗ്സ് അവർക്ക് ബെനിഫിറ്റ് ആവുന്നെങ്കിൽ അത് വെരി കോസ്റ്റ്ലി ആണ്. ടിനോഫോവിർ ഒക്കെ ഒരു ബോട്ടിൽ 800,000 മോഡലാണ് ഒരു പെർ മന്ത് വരുന്നത്. അപ്പൊ അതൊക്കെ നമുക്ക് ഫ്രീ ആണ്. പ്രൊസീജിയേഴ്സ് എന്തൊക്കെ ചെയ്യുന്നുണ്ട്? നമ്മുടെ ഡിസ്കഷൻ കഴിഞ്ഞ സഹിതത്തെ അത് ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് മതി. ഒന്ന് നമ്മൾ അടുത്ത പറഞ്ഞു ഇൻഡിക്കേഷൻ ആൻഡ് ട്രീറ്റ്മെന്റ് ഫോർ നാഷ് പറഞ്ഞായിരുന്നു. ഈസ് പോസ്റ്റ് എക്സ്പോഷർ പ്രൊഫൈലൈസ് അഡ്വൈസ് ഫോർ നീഡിൽ പ്രിക്ക് ഇഞ്ചുറീസ് ഫ്രം ഡോക്ടർ ചിത്ര. അത് ആക്ച്വലി പോസ്റ്റ് എക്സ്പോഷർ പ്രൊഫൈലാക്സിസ് വരുമ്പോഴത്തേക്കും സർ അത് ഒന്ന് വാക്സിനേഷൻ സ്റ്റാറ്റസ് നോക്കിയിട്ടാണ്. വാക്സിനേഷൻ സ്റ്റാറ്റസ് നോക്കി അൺവാക്സിനേറ്റഡ് ആണെങ്കിൽ യു ഹാവ് ടു ഗിവ് ഇമ്മ്യൂണോഗ്ലോബുലിൻ, ഹെപ്പറ്റൈറ്റിസ് ബി ഇമ്മ്യൂണോഗ്ലോബുലിൻ. അത് പിന്നെ വാക്സിനേറ്റഡ് ആണെങ്കിൽ നമുക്ക് റെസ്പോണ്ടേഴ്സ് ആണ്, ഒരു റെസ്പോണ്ടേഴ്സ് ആണ്, നോൺ ടൈറ്റർ നോക്കിയിട്ടുണ്ട്, ആന്റി HBs ടൈറ്റർ മോർ ദാൻ 10 ഉണ്ടെങ്കിൽ there is no need for immunoglobulin or vaccination. ഞാൻ പോസിറ്റീവ് സോഴ്സിൽ നിന്നുള്ള പ്രിക്കാണ് പറയുന്നത്. അൺനോൺ സോഴ്സ് ആണെങ്കിൽ അഗൈൻ ഡിഫറെന്റ് ആണ്. സോ പോസിറ്റീവ് സോഴ്സിൽ നിന്നൊരു പ്രിക്ക് കിട്ടുകയാണെങ്കിൽ ദാറ്റ് ഈസ് നോൺ വാക്സിൻ റെസ്പോണ്ടർ ആണ്, ടൈറ്റർ മോർ ദാൻ 10 ഉണ്ടെങ്കിൽ ഒന്നും ചെയ്യണ്ട. ലെസ് ദാൻ 10 ആണെങ്കിൽ നോൺ റെസ്പോണ്ട് ആണ്. ചിലർക്ക് 3 ഡോസ് എടുത്തു കഴിഞ്ഞാലും ടൈറ്റർ നോക്കുമ്പോൾ റെസ്പോൺസ് ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെയുള്ളവർക്ക് 2 ഡോസ് ഇമ്മ്യൂണോഗ്ലോബുലിൻ 1 മന്ത് അപ്പാർട്ട് 2 ഡോസ് ഇമ്മ്യൂണോഗ്ലോബുലിൻ എടുക്കാം. അല്ലെങ്കിൽ 1 ഡോസ് ഇമ്മ്യൂണോഗ്ലോബുലിൻ അല്ലെങ്കിൽ അടുത്ത വാക്സിൻ സീരീസ് ഇനിഷ്യേറ്റ് ചെയ്യാം. വാക്സിൻ ആന്റി HBs ടൈറ്റർ ലെസ് ദാൻ 10 ആണെങ്കിൽ ഇമ്മ്യൂണോഗ്ലോബുലിൻ പ്ലസ് വാക്സിനേഷൻ ആണ് അടുത്ത അഡ്വൈസ്. അതുപോലെ ഹെപ്പറ്റൈറ്റിസ് സിയുടെ കേസിൽ നമ്മൾ ഒരു വാക്സിൻ ഒരു 1 മന്ത് കഴിഞ്ഞിട്ട് HCV RNA ലെവൽസ് നോക്കാൻ മാത്രമേ പറ്റുള്ളൂ. അപ്പം ഒരു 4 to 6 വീക്സ് എടുക്കും HCV RNA ഡിറ്റക്റ്റബിൾ ആകാനായിട്ട്. അപ്പോൾ ഒരു 4 to 6 വീക്സ് കഴിഞ്ഞിട്ട് HCV RNA ലെവൽസ് നോക്കുക. HCV RNA ലെവൽ ഡിറ്റക്റ്റബിൾ ആണെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുക, ഡയറക്ട്ലി ആക്ടിങ് ആന്റിവൈറസ് സ്റ്റാർട്ട് ചെയ്യുക. അൺലൈക്ക് HIV അല്ലേ? ഇമ്മീഡിയറ്റ്ലി നമ്മൾ 1 മന്ത് കൊടുക്കുമല്ലോ. Next question from Dr. Deepu. So it's mandatory to do HCV RNA assay in all cases with anti-HCV IgM positive. Yes, so how much does it cost? ഫ്രീ ആണ്. നമുക്ക് പബ്ലിക് ഹെൽത്ത് ലാബിൽ ഫ്രീ ഓഫ് വൈറൽ ഹെപ്പറ്റൈറ്റിസ് കൺട്രോൾ പ്രോഗ്രാമിന്റെ പാർട്ടായിട്ട് ഫ്രീ ആയിട്ടാണ് ചെയ്യുന്നത്. ജീനോടൈപ്പ് നമ്മൾ ചെയ്യുന്നില്ല, വൈറൽ ലോഡ് മാത്രമേ ചെയ്യുന്നുള്ളൂ. വേണ്ട കേസസിൽ ജീനോടൈപ്പും ചെയ്യും. പക്ഷെ ഇതിപ്പോ പാൻ ജീനോടൈപ്പിക് ആണ്, സൊഫോസ്ഫിർ വെൽപറ്റാസ്ഫിർ ഒക്കെ. അതുകൊണ്ട് ജീനോടൈപ്പ് അഡ്വക്കേറ്റഡ് അല്ല, ഇത് നമുക്ക് ഫ്രീ ആയിട്ടാണ് ചെയ്യുന്നത്, ഫ്രീ ആണ്. അപ്പൊ അതുകൊണ്ട് ഒരു വെളിയിൽ വരുമ്പോഴത്തേക്ക് അഗൈൻ ഈ വൈറൽ ലോഡ് നോക്കാൻ വളരെ കോസ്റ്റ്ലി ആണ്. ജീനോടൈപ്പ് എല്ലാം കൂടെ നോക്കി വരുമ്പോഴത്തേക്ക് 8,000 10,000 ആവും ഇൻവെസ്റ്റിഗേഷൻ മാത്രം. അത് ഫ്രീ ആണ്. ജീനോടൈപ്പ് 1 to 5 അങ്ങോട്ടല്ലേ? 1 to 10 വരെ ഉണ്ട്. From Dr. Sajina, what is the prevalence of fatty liver in children and what is the prognosis of fatty liver in children? സാർ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ കേസ് ഒരുപാട് കേസ് കുട്ടികൾക്ക് കാണുന്നുണ്ട്. അവരെങ്ങനെ ഫോളോ അപ്പ് ചെയ്യണമെന്നാണ്? അത് ഒന്ന് അവർക്ക് ഇത് തന്നെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ആണ് മെയിൻ ആയിട്ട് പറയുന്നത്. കുട്ടികളെ സംബന്ധിച്ച് ഡയറ്റ്, എക്സസൈസ്, വെയിറ്റ് റിഡക്ഷൻ, കറക്റ്റ് ആയിട്ട് ഒരു ഡയറ്ററ്റിക് ഹിസ്റ്ററി എടുക്കുക, എക്സസൈസ്, വെയിറ്റ് റിഡക്ഷൻ, അത് മാത്രമേ ഉള്ളൂ. പിന്നെ ഫൈബ്രോസിസ് അസസ് ചെയ്യാം. ബാക്കി കാർഡിയോവാസ്കുലർ റിസ്ക് എന്തെങ്കിലും ഉണ്ടോ എന്ന് മോണിറ്റർ ചെയ്യാം. അതർ കോസസ് ഓഫ് ഫാറ്റി ലിവർ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതും നോക്കുക. പിന്നെ വെദർ ദേ ആർ ഗോയിങ് ഫോർ ഡയബറ്റീസ് അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുക. ബേസിക്കലി ഇറ്റ് ഇസ് എ ലൈഫ് സ്റ്റൈൽ ഡിസീസ്. Dr. Shaija, is L-ornithine L-aspartate beneficial in fatty liver? No role. Only vitamin E has some protective role. No other drugs are recommended. Especially diabetic patients ആണെങ്കിൽ pioglitazone കൊടുക്കും. Dr. Anju, should there be always evidence of hemolysis in Gilbert? No. If there is evidence of hemolysis, it is not Gilbert. So we have to exclude hemolysis. When a patient presents with unconjugated hyperbilirubinemia, we have to exclude hemolysis.
from Dr. Aniranj, why antiviral are started in acute hepatitis and indications? Usually start ചെയ്യത്തില്ലല്ലോ. അതെ സർ, ഇല്ല. അക്യൂട്ട് ഹെപ്പറ്റൈറ്റിസ് ബിയില് നമ്മൾ വളരെ റെയർ ആയിട്ട് ഇഫ് ഇറ്റ് ഇസ് എ പ്രൊലോങ്ഡ് പ്രൊട്രാക്റ്റഡ് കോഴ്സ് അല്ലെങ്കിൽ ബിലിറൂബിൻ മോർ ദാൻ 10 അല്ലെങ്കിൽ ALF-ലേക്ക് പോവാണ്, INR മോർ ദാൻ 1.5 വന്നു കഴിഞ്ഞാൽ അക്യൂട്ടിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. എല്ലാ സെറ്റിംഗ്സിലും സ്റ്റാർട്ട് ചെയ്യത്തില്ല. So അതാണ് ഇൻഡിക്കേഷൻസ് ചോദിച്ചിരിക്കുന്നത്. ജോണ്ടിസ് ഫോർ മോർ ദാൻ 1 month അല്ലെങ്കിൽ INR മോർ ദാൻ 1.5 അല്ലെങ്കിൽ സിറം ബിലിറൂബിൻ ഗോയിങ് മോർ ദാൻ 10. Hello sir. Dr. Sinu R. So any justification for use of UDCA or silymarin fatty liver? Any role for NAC in hepatitis A? Yes. Ideally saying no. Actually, in acute hepatitis, this hepatoprotective drugs have no role, and fatty liver also there is no role. Ideally speaking. Very informative, great presentation. People who are going to GCC countries have to undergo testing for hepatitis C. So from these centers, we can collect the data for study from Dr. Alnod. There is 8 labs doing these tests for GCC in Trivandrum itself. Data collection. And Dr. Anu, why is it not able to unmute and ask a question? What is the post-exposure prophylaxis for needle prick injury from unknown source? Unknown source. That's the last question. Unknown source നമ്മൾ സെയിം എന്ത് ചെയ്യുന്നതാണ്? അൺനോൺ സോഴ്സ് ആണെങ്കിൽ നമ്മൾ വാക്സിനേറ്റഡ് ആണ്, ആന്റിബോഡി ടൈറ്റർ ഡോക്യുമെന്റഡ് ആണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ആന്റിബോഡി ടൈറ്റർ ലെസ് ദാൻ 10 ആണെങ്കിൽ, അൺനോൺ സോഴ്സ് ആണെങ്കിൽ നമുക്ക് ഇമ്യൂണോഗ്ലോബുലിൻ റെക്കമെൻഡേഷൻ ഇല്ല. ലെസ് ദാൻ 10 ആണെങ്കിൽ വാക്സിൻ സീരീസ് ഇനിഷ്യേറ്റ് ചെയ്താൽ മാത്രം മതി. ഇമ്യൂണോഗ്ലോബുലിൻ ഇൻഡിക്കേഷൻ. എന്റെ റോൾ കഴിഞ്ഞ് ഇനി അൺമ്യൂട്ട് ചെയ്ത് ഡയറക്ട്ലി മാഡത്തിനോട് ക്വസ്റ്റ്യൻ ചോദിച്ചോളൂ. വേറൊരു കാര്യം സർ, ഹെപ്പറ്റൈറ്റിസ് എ ആൻഡ് ഇ പേഷ്യൻസിന് അവരുടെ അഡ്മിഷൻ മുതൽ തിരിച്ച് വീട്ടിൽ പോകുന്നതിന് വരെയുള്ള എല്ലാ ഫണ്ടും ഈ പ്രോഗ്രാമിന്റെ പാർട്ടായിട്ട് അവൈലബിൾ ആണ്. അപ്പൊ ഏതെങ്കിലും ഹെപ്പറ്റൈറ്റിസ് എ പേഷ്യന്റ് ഉണ്ടെങ്കിൽ വിട്ട് കഴിഞ്ഞാൽ അവർക്ക് എല്ലാ ട്രീറ്റ്മെന്റ് ഫെസിലിറ്റീസും ഫ്രീ ആണ്. ഏജ് വ്യത്യാസം ഇല്ലല്ലോ അല്ലേ? എല്ലാ ഏജുകാർക്കും അത് ഫ്രീ ആണല്ലോ. സർ, ഈ HCV ട്രീറ്റ്മെന്റ് മോർ ദാൻ 18 ഇയേഴ്സിലെ റെക്കമെൻഡേഷൻ ഉള്ളൂ. ഹെപ്പറ്റൈറ്റിസ് ബി മോർ ദാൻ 2 years. HCV completely curable disease ആണല്ലേ? HCV currently available drugs. നമ്മൾ പഠിക്കുന്ന സമയത്ത് HCV വന്നു കഴിഞ്ഞാൽ ട്രീറ്റ്മെന്റ് ആയിരുന്നു. അതെ സർ, അതാണ് ഇപ്പൊ റീസെന്റ് ആയിട്ട് വന്നത്. നമുക്ക് ഇത്ര ദിവസം മരുന്ന് കൊടുത്ത് അസുഖം മാറും എന്ന് പറയാൻ പറ്റും അല്ലേ? പറയാൻ പറ്റും. ഓക്കെ, എനിക്ക് അറിഞ്ഞൂടായിരുന്നു അതിനെപ്പറ്റി. ഓപ്പൺ അൺമ്യൂട്ട് ചെയ്ത് ക്വസ്റ്റ്യൻ ചോദിച്ചോളൂ, മാഡത്തിന് ഡയറക്ട്ലി ചോദിച്ചോളൂ. ഒരുപാട് കാര്യങ്ങൾ സജിത്ത് ചോദിച്ചിട്ടുണ്ട്. നോർമലി ഇമ്മ്യൂൺ സ്റ്റാറ്റസ് ഉള്ള ആൾക്കാർക്ക് ബൂസ്റ്റർ ഡോസ് ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിനേഷൻ ആവശ്യമുണ്ടോ? അല്ല, നോർമൽ ഇമ്മ്യൂണിറ്റിയിൽ ബൂസ്റ്റർ ഡോസ് റെക്കമെൻഡേഷൻ ഇല്ല മാഡം. ബൂസ്റ്റർ ഡോസ് റെക്കമെൻഡേഷൻ ഇല്ല. ഇത് ഇമ്മ്യൂണോ കോമ്പിറ്റന്റ് ആയിട്ടുള്ളവരിൽ 3 doses മാത്രമേ പറയുന്നുള്ളൂ. ആൻഡ് ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ഡബിൾ ഡോസ് വാക്സിനേഷൻ എവരി 5 year പറയുന്നില്ല. ഇല്ല, ബൂസ്റ്റർ റെക്കമെൻഡേഷൻ ഇല്ല. കാരണം ഒരു മോർ ദാൻ 95% ആൾക്കാരിൽ 3 doses എടുക്കുമ്പോഴത്തേക്കും പ്രൊട്ടക്ഷൻ ഉണ്ട്. ഈ ഒരു പോയിന്റ് ഒന്ന് ക്ലാരിറ്റി തന്നാ കൊള്ളായിരുന്നേ. അതായത് നമ്മൾ ബർത്ത് ഡോസ് ഹെപ്പറ്റൈറ്റിസ് ബി ആണ് കൊടുക്കുന്നത്. ബർത്ത് ഡോസ് എന്ന് പറഞ്ഞാൽ 24 hours. അപ്പോഴേ ഈ അതിന്റെ സയന്റിഫിക് ലോജിക്ക് ഞാൻ കേട്ട വിവരം അനുസരിച്ച് പറയാം ആദ്യം. അതായത് നമ്മുടെ ലാബിലെ റിപ്പോർട്ട് മദർ ഇപ്പം പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണെന്നുള്ളത് പ്രസക്തിയില്ല. ലാബ് റിപ്പോർട്ടിനെ നമ്മൾ ടോട്ടലി ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ആ ഒരു റീസൺ വെച്ച് ചിലപ്പോൾ മദറിന് കാണാം, അതുകൊണ്ട് കുഞ്ഞിന് കിട്ടാതിരിക്കാനാണ് വിത്തിൻ 24 hours തന്നെ കൊടുക്കണം. അങ്ങനെ കൊടുത്തില്ലെങ്കിൽ ഈ വെർട്ടിക്കൽ ട്രാൻസ്മിഷൻ പ്രിവെൻഷൻ എന്നുള്ള ഒരു അഡ്വാൻറ്റേജ് കിട്ടുന്നില്ല. അതാണ്, എങ്ങനെയാണ്? അല്ലാതെ വേറെ എന്തെങ്കിലും റീസൺ ഉണ്ടോ? ഇല്ല സർ, അതായത് നമ്മളൊരു പറഞ്ഞില്ലേ, അറ്റ് ബർത്ത് കിട്ടിക്കഴിഞ്ഞാൽ ദർ ഇസ് എ 90 to 95% ചാൻസ് ഓഫ് ഗോയിങ് ഫോർ ക്രോണിസിറ്റി. അപ്പൊ കിട്ടിക്കഴിഞ്ഞാൽ അത് കണ്ടിന്യൂ ആയിട്ട് പോകും. പേഷ്യന്റ് അത് ക്രോണിക് ബിയിലേക്ക് പോകും അറ്റ് ബർത്ത് കിട്ടിക്കഴിഞ്ഞാൽ. അപ്പൊ അത് നമ്മൾ ഈ പ്രോഗ്രാംസിന്റെ എല്ലാ ഉദ്ദേശം അതിന്റെ പ്രിവെൻഷൻ തടയുക എന്നുള്ളതാണ്. അപ്പൊ ഒരു വൺസ് പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ ലൈഫ് ലോങ് പോസിറ്റീവ് ആയല്ലോ, വൺസ് വെർട്ടിക്കൽ ട്രാൻസ്മിഷൻ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എയർലി ട്രാൻസ്മിഷൻ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് at birth within 12 hours ആണ് ഇപ്പൊ ലേറ്റസ്റ്റ് റെക്കമെൻഡേഷൻ പറയുന്നത്. ഐഡിയലി ഷുഡ് ബി വാക്സിനേറ്റഡ് വിത്തിൻ 12 hours. അതുപോലെ തന്നെ മെറ്റേണൽ പോസിറ്റീവ് ആണെങ്കിൽ, വെരി ഹൈ വൈറൽ ലോഡ് ഉണ്ടെങ്കിൽ നമ്മൾ ആന്റിവൈറൽ സ്റ്റാർട്ട് ചെയ്യും 7th month. അതിന്റെ കൂടെ തന്നെ ഇമ്യൂണോഗ്ലോബുലിനും കൊടുക്കും.
ബിക്കോസ് എനിവേ ടു പ്രിവെന്റ് എന്നുള്ളതാണ്. ഇല്ല, നമ്മുടെ സിസ്റ്റത്തിൽ പ്രോബ്ലം ഇല്ല. കാരണം ഇപ്പൊ എല്ലാം ലേബർ റൂമിലാണ് സ്റ്റോക്ക് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഡെലിവറി പോയിന്റുകളിലെല്ലാം ഡെലിവറി എടുക്കുന്ന കഴിഞ്ഞ ഉടനെ ആദ്യം ചെയ്യുന്നതാണ് ഹെപ്പറ്റൈറ്റിസ് ബിയുടെ വാക്സിനേഷൻ. അതുകൊണ്ട് പ്രോബ്ലം ഇല്ല നമ്മുടെ സിസ്റ്റത്തിൽ. ഒരു സംശയം കൊണ്ടുള്ള അതുമായിട്ട് റിലേറ്റ് ചെയ്ത് തന്നെ നമ്മൾ സപ്പോസ് മദർ ഈസ് പോസിറ്റീവ്, നമ്മൾ ഫസ്റ്റ് ഡോസ് ഇമ്മ്യൂണോഗ്ലോബുലിൻ കൊടുക്കും. സെക്കൻഡ് ഡോസ് ഇമ്മ്യൂണോഗ്ലോബുലിൻ എന്നുള്ളൊരു ഞാൻ ഇടയ്ക്ക് വായിച്ചിട്ടുണ്ട്. ആക്ച്വലി വേണോ അതിന്റെ ആവശ്യം? റെക്കമെൻഡേഷനിലില്ല. ഇല്ല. പിന്നെ വേണമെങ്കിൽ ഒരു 18 months കഴിഞ്ഞിട്ട് ആന്റിബോഡി ടൈറ്റർ നോക്കാം. ബേബിയുടെ ഹെപ്പറ്റൈറ്റിസ് ബി സ്റ്റാറ്റസ് നോക്കാം. ഈ നമുക്കൊക്കെ ആന്റിബോഡി ടൈറ്റർ നോക്കുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? നമ്മൾ വാക്സിനേറ്റഡ് ആണ്, ഇനി ടൈറ്റർ നോക്കുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? അല്ല, നമുക്കൊരു യൂഷ്വലി നമ്മളൊരു എക്സ്പോഷർ എന്തെങ്കിലും വരുവാണെങ്കിൽ നോക്കാറുണ്ട് സാർ. അല്ല, അത് ഒരു കോൺട്രവേഴ്സ്യൽ ആയിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അതെ സാർ, ഒരു ചലഞ്ച് വരുമ്പോഴത്തേക്കും ഇപ്പൊ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ടൈറ്റർ കുറവാണെങ്കിലും എന്തെങ്കിലും ഒരു ചലഞ്ച് വരുമ്പോഴത്തേക്കും നാച്ചുറലി ഇമ്മ്യൂണിറ്റി കൂടും, ടൈറ്റർ ഉണ്ടാവും എന്നൊരു അങ്ങനെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പം പിന്നെ ഈ നോക്കണ്ട എന്നുള്ള രീതിയിൽ ഒരു ഗാസ്ട്രോ കോൺഫറൻസിൽ കേട്ട ഒരു വിവരമാണ് ഈ പറയുന്നത്. അതെ സാർ, പക്ഷെ നമ്മുടെ റെക്കമെൻഡേഷൻസ് എല്ലാം ഒരു WHO ആണെങ്കിലും CDC റെക്കമെൻഡേഷൻ എല്ലാം വരുന്നത് ഇങ്ങനെയാണ് സാർ. റെക്കമെൻഡേഷനിൽ പറയുന്നുണ്ട് ടൈറ്റർ നോക്കണം എന്നാണ് പറയുന്നത്. എസ്പെഷ്യലി ഹെൽത്ത് കെയർ വർക്കേഴ്സ്. അതാണ് കൂടുതൽ ഇമ്പോർട്ടന്റ്. ശരി, CDC പ്രോട്ടോകോളിലെല്ലാം പറയുന്നുണ്ട്. ജസ്റ്റ് വൺ ഡൗട്ട് ചോദിച്ചോട്ടെ. നമ്മുടെ സർഫസ് ആന്റിജൻ പോസിറ്റീവ് ആയിട്ടുള്ള ഇൻഡിവിജ്വലിന് എൻവലപ്പ് ആന്റിജനും HPV DNA അസയും രണ്ടും ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു. വൈറൽ ലോഡ് നോക്കുമ്പോൾ തന്നെ അറിയാമല്ലോ അത് ഇൻഫെക്റ്റീവ് ആണ്. പിന്നെ വൈ വി ആർ ഡൂയിങ് ബോത്ത് ദിസ് എൻവലപ്പ് ആന്റിജൻ ഹെപ്പറ്റൈറ്റിസ് ബി DNA അസേ? അത് ആക്ച്വലി അത് കുറച്ച് ഗ്രേ സോൺ ആണ്. അത് ട്രീറ്റ്മെന്റ് പ്രോട്ടോകോൾ വരുമ്പോഴത്തേക്കും HBeAg പോസിറ്റീവ് HBV മോർ ദാൻ 2000 ഉണ്ടെങ്കിൽ അവിടെ കുറച്ച് ഗ്രേ ഏരിയാസ് ഉണ്ട്. അവിടെ ഞാനത് ഫുൾ കവർ ചെയ്തില്ല, അത് കൺഫ്യൂഷൻ ആവും എന്നുള്ളതുകൊണ്ടാണ്. മെയിൻ ആയിട്ട് HBeAg പോസിറ്റീവ് വിത്ത് HPV DNA മോർ ദാൻ 2000 ഉണ്ടെങ്കിൽ, ഫാമിലി ഹിസ്റ്ററി ഓഫ് സിറോസിസ് HCC എല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു സ്റ്റാർട്ട് ദ പേഷ്യന്റ് ഓൺ ട്രീറ്റ്മെന്റ്. അതുകൊണ്ടാണ് അത് നോക്കുന്നത്. ഈ പോസിറ്റീവ് മീൻസ് വെരി ഹൈ വൈറൽ ലോഡ്, വെരി ഹൈ ഇൻഫെക്ടിവിറ്റി എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ ആന്റിനേറ്റൽ മദേഴ്സ് HBeAg പോസിറ്റീവ് ആണെങ്കിൽ ചാൻസ് ഓഫ് ട്രാൻസ്മിറ്റിംഗ് ടു ദ ഓഫ് സ്പ്രിംഗ് 90% കൂടുതലാണ്. അപ്പോൾ ആ ഒരു ട്രീറ്റ്മെന്റിന് ചില സ്ഥലങ്ങളിൽ ഒരു ക്ലിയർ കട്ട് അല്ല, കുറച്ച് ഗ്രേ സോൺസ് ഉണ്ട്. അത് ഞാൻ ഫുൾ കവർ ചെയ്തില്ല. അപ്പൊ പോസിറ്റീവ് വിത്ത് വെരി ഹൈ വൈറൽ ലോഡ് ആണെങ്കിൽ വി വിൽ സ്റ്റാർട്ട് ഓൺ ട്രീറ്റ്മെന്റ്. മാം, ഒരു ഡൗട്ട് ഉണ്ട്. ഡോക്ടർ ചിത്ര, മാം, ഈ ഡിസ്ലൈപിഡമിക് ഡ്രഗ്സ് റോസുവാസ് ഭയങ്കര കോമൺ ആയിട്ട് SGPT എലിവേഷൻ നമ്മുടെ പേഷ്യൻസിൽ കാണുന്നുണ്ട്. അപ്പൊ അത് എന്താ ചെയ്യാം? എങ്ങനെ മനസ്സിലായില്ല? റോസുവാസ്റ്റാറ്റിനെ അതിപ്പോ റോസുവാസ്റ്റാറ്റിൻ കൊടുക്കുന്ന പേഷ്യൻസിന് SGPT മിക്കവാറും എലിവേറ്റഡ് ആയിട്ട് കാണുന്നുണ്ട്. അത് അല്ല, നമ്മൾ ഫാറ്റി ലിവർ ഉള്ള പേഷ്യൻസിൽ ഡിസ്ലൈപിഡീമിയ ഉണ്ടെങ്കിൽ സ്റ്റാറ്റിൻസ് റെക്കമെൻഡ് ചെയ്യാറുണ്ട്. അങ്ങനെ ഒരു പ്രോബ്ലം ഇല്ല. അപ്പം സ്റ്റാറ്റിൻ ഇൻഡ്യൂസ്ഡ് ട്രാൻസമിനൈറ്റിസ് ആണ് എന്ന് കൺഫേംഡ് ആണെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. സ്റ്റാറ്റിൻസ് ക്യാൻ കോസ് ട്രാൻസമിനൈറ്റിസ്. അപ്പൊ വേറെ കോസസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. For how long we should stop? എത്ര നാള്? അപ്പൊ നമ്മൾ ഡ്രഗ് സ്റ്റോപ്പ് ചെയ്തിട്ട് മോണിറ്റർ ചെയ്യുക. LFT ഇംപ്രൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ we can change the drug. ഓക്കെ. അതുപോലെ തന്നെ ഈ ടൈറ്റർ കുറവാണെങ്കിൽ ഫുൾ ഡോസ് വാക്സിനേഷൻ ആണോ അതോ ബൂസ്റ്റർ മാത്രമാണോ റെക്കമെൻഡേഷൻ? പ്രീവിയസ്ലി വാക്സിനേറ്റഡ് ആണെങ്കിൽ ബൂസ്റ്റർ ഡോസ് മാത്രം മതി. ബൂസ്റ്റർ ഡോസ്. താങ്ക് യു. മാഡം അഞ്ജു ആണേ, കേൾക്കാമോ മാഡം? മാഡം ഗുഡ് ഈവനിങ് മാഡം. നല്ല പ്രസന്റേഷൻ ആയിരുന്നു, താങ്ക്സ് മാഡം. മാഡം, ഈ പെരിഫറിൽ ഇരിക്കുമ്പോഴത്തേക്കേ ചില പേഷ്യൻസ്, ഞാൻ ഓൾറെഡി ചോദിച്ച ക്വസ്റ്റൻ ആണ്, ക്ലാരിഫിക്കേഷൻ ചോദിച്ചാണ് മാഡം. അതായത് ചിലർക്ക് ഈ ഫീവർ ഒക്കെ വരുമ്പോഴത്തേക്ക് ട്രാൻസിലേറ്റഡ് സെറം ബിലിറൂബിൻ എലിവേറ്റഡ് ആവുമായിരിക്കും. പക്ഷേ SGOT-PT നോക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ എലിവേറ്റഡ് ആണെന്ന് നമുക്ക് അറിയത്തില്ല. കാരണം നോക്കിയിട്ടില്ല, ചിലപ്പം അപ്പർ ലിമിറ്റ് ക്രോസ് ചെയ്തും കാണത്തില്ല. അപ്പൊ ചില പേഷ്യൻസ് ഒക്കെ നമ്മുടെ ഈ ഗിൽബർട്ട് എന്ന് പറയുന്ന സാധനം തന്നെ അത് ആക്ച്വലി വായിച്ചപ്പോഴത്തേക്ക് ജനറ്റിക് കൺഫർമേഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ അവൈലബിൾ പോലും അല്ല. നമ്മളൊരു എക്സ്ക്ലൂഷൻ ടൈപ്പ് ഓഫ് ഡയഗ്നോസിസ് ആണ് ഗിൽബർട്ടിനൊക്കെ എടുക്കാറുള്ളതെന്ന് തോന്നുന്നു. അപ്പം അത് മാഡം, അത് ആ ഒരു കൺസെപ്റ്റ് നമ്മൾ എങ്ങനെയാണ് ശരിക്കും മാനേജ് ചെയ്യേണ്ടത്? ലൈക്ക് ഇങ്ങനെ ഒരു പേഷ്യന്റ് വരുമ്പോഴത്തേക്ക് അത് കുറെ ഗിൽബർട്ടിസ് എന്നൊക്കെ നമ്മൾ വെക്കണോ? അതെങ്ങനെ?
സാർ പ്രോബബിൾ ഗിൽബർട്ട് എന്ന് വെക്കുന്നതായിരിക്കും, പക്ഷെ അത് മോസ്റ്റ് ഡിഫിക്കൽട്ട് ആണ്. പേഷ്യൻസ് ദേ വിൽ ഗോ ഓൺ ചെക്കിംഗ് ദെയർ സെറം ബിൽറൂബിൻ, അല്ലെങ്കിൽ അവർ പോയി എന്തെങ്കിലും ഒറ്റമൂലികൾ കഴിച്ചുകൊണ്ടിരിക്കും. നമുക്ക് റീഅഷുറൻസ് ആണ് മെയിൻ ആയിട്ട്. കാരണം എന്തെങ്കിലും ഒരു ഫീവർ, ഡീഹൈഡ്രേഷൻ, ഫാസ്റ്റിംഗ് ഒക്കെ വരുമ്പോൾ ഗിൽബർട്ട് ഉള്ള പേഷ്യന്റിന് ട്രാൻസിയന്റ് വേരിയേഷൻസ് വരാം ബിലിറൂബിൻ ലെവലിൽ. അപ്പൊ നമ്മൾ അത് എത്ര പറഞ്ഞാലും പേഷ്യൻസ് റീഅഷ്യൂർഡ് ആവത്തില്ല. അതാണ് ഒരു പ്രോബ്ലം. പിന്നെ അവർ പോയിട്ട് ബാക്കി ഒറ്റമൂലി അങ്ങനെയുള്ളതൊക്കെ കഴിക്കും, അല്ലെങ്കിൽ വളരെ ഫ്രീക്വന്റ് ആയിട്ട് ഇങ്ങനെ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ വരുമ്പോൾ ചെറിയ വേരിയേഷൻസ് വരാം. അപ്പൊ നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുന്നത് റീഅഷുറൻസ് ആണ്. ഇറ്റ് വിൽ നോട്ട് കോസ് ക്രോണിക് ലിവർ ഡിസീസ്. നിങ്ങളിപ്പോ വേറെ മരുന്നുകൾ കഴിക്കാതെ ലിവറിന് ഇഞ്ചുറി വരാൻ ചാൻസ് ഉണ്ട്. ലിവറിന് യാതൊരു തരത്തിലുള്ള പ്രോബ്ലം ഉള്ള അല്ലാന്ന് റീഅഷുറൻസ് കൊടുക്കാൻ പറ്റുന്നതാണ്. അടുത്ത വേറൊരു ഡൗട്ട് എന്ന് വെച്ചാൽ, മാഡം സാറ് കുറച്ച് മുമ്പ് ചോദിച്ച ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു. അതായത് അക്യൂട്ട് പോസിറ്റിവിറ്റി ഹെപ്പറ്റൈറ്റിസ് പോസിറ്റീവ് അല്ല ഹെപ്പറ്റൈറ്റിസ് സി ഹെപ്പറ്റൈറ്റിസ് ബി HBsAg പോസിറ്റീവ് ആയിട്ട് വന്നു. പക്ഷെ പേഷ്യന്റ് ഡീകോമ്പൻസേറ്റഡ് അല്ല, അക്യൂട്ട് സിവിയറിറ്റി ഒന്നുമില്ല. ഈ പേഷ്യന്റ് നമ്മൾ OP ബേസിസിൽ മാനേജ് ചെയ്തിട്ട് നമ്മൾ ഫോളോ അപ്പിൽ വെക്കാം എന്നാണ് മാഡം പറഞ്ഞത് എനിക്ക് മനസ്സിലായത്. വൈറൽ ലോഡും ബാക്കി എൻവലപ്പ് ആന്റിജൻ ബാക്കി ഇൻവെസ്റ്റിഗേഷൻസ് എല്ലാം വേണം. അൾട്രാസൗണ്ട് ഇതെല്ലാം ചെയ്യുക. അതെല്ലാം സേഫ് ലിമിറ്റ് ആണെങ്കിൽ വി ക്യാൻ കീപ്പ് ഓൺ ഫോളോ അപ്പ് എന്നാണ് മാഡം. അതെ, വി ക്യാൻ കീപ്പ് ഓൺ. ആന്റിവൈറൽ ഡ്രഗ്സ് ആ സമയത്ത് ഇൻഡിക്കേറ്റഡ് അല്ലെങ്കിലും വി ഹാവ് ടു കീപ് ദ പേഷ്യന്റ് അണ്ടർ ഫോളോ അപ്പ്. മെയിൻ കൺസേൺ എന്ന് പറയുന്നത് ALT എലിവേഷൻ ഉണ്ട്, അല്ലെങ്കിൽ സിറോസിസിന്റെ എവിഡൻസ് അൾട്രാസൗണ്ടിൽ ഉണ്ടെങ്കിൽ പേഷ്യന്റ് ആന്റിവൈറൽസ് സ്റ്റാർട്ട് ചെയ്യണം, ഫ്രീക്വന്റ് ഫോളോ അപ്പ് വേണം. ഇത് ഇപ്പൊ ഇതെല്ലാം എല്ലാന്നുണ്ടെങ്കിൽ വി ഹാവ് ടു കീപ് ദ പേഷ്യന്റ് അണ്ടർ ഫോളോ അപ്പ്. ബട്ട് വി ഹാവ് ടു കീപ് ദ പേഷ്യന്റ് അണ്ടർ ഫോളോ അപ്പ് എന്നുള്ളതാണ്. പിന്നെ കോൺടാക്ട് സ്ക്രീനിങ്. ഈ കോൺടാക്ട് സ്ക്രീനിങ് നമ്മൾ എങ്ങനെയാണ് മാഡം നമ്മൾ ചെയ്യേണ്ടത്? ആരൊക്കെയാണ് കോൺടാക്ട് ചെയ്യുന്നത്? ഫാമിലി മെമ്പേഴ്സ്? നമ്മൾ കാണുന്ന ഇപ്പോഴത്തെ കേസസ് എല്ലാം വെർട്ടിക്കൽ ട്രാൻസ്മിഷൻ ആയിരിക്കും. അപ്പൊ ബാക്കി സിബ്ലിങ്സ്, പേരൻസ്, അതുപോലെ പാർട്ട്ണർ, അതുപോലെ ചിൽഡ്രൻ എല്ലാവരും സ്ക്രീൻ ചെയ്യണം. ബാക്കി ഫാമിലി മെമ്പേഴ്സിനെ ഐഡിയലി സ്ക്രീൻ ചെയ്യണം. പിന്നെ സ്റ്റാറ്റിന്റെ ഒന്ന് പറഞ്ഞു കേട്ടെ. റോസോസ്റ്റാറ്റിൻ മാത്രമല്ല, അറ്ററോസ്റ്റാറ്റിൻ, എനി സ്റ്റാറ്റിൻ, അറ്ററോസ്റ്റാറ്റിൻ, എനിക്കൊന്ന് പിവാസ്റ്റാറ്റിൻ ഒഴിച്ച് ബാക്കിയെല്ലാം അത് കുറച്ച് കുറവെന്നാണ് പറയുന്നത് സം സ്റ്റഡീസ്. നമ്മൾ യൂഷ്വലി റെക്കമെൻഡേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ OTPT കട്ട് ഓഫ് 40 ആണ് വെച്ചിരിക്കുന്നെങ്കിൽ 2.5 ടൈംസ്, അത് 100 മേലെ എലിവേഷൻ ഉണ്ടെങ്കിൽ ടെമ്പറലി സ്റ്റോപ്പ് ചെയ്ത് നോക്കുക. യൂഷ്വലി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ ചില പേഷ്യൻസിന് 40 50 60 ഒക്കെ യൂഷ്വലി കാണാറുണ്ട്. അത് നമ്മൾ സ്റ്റോപ്പ് ചെയ്യേണ്ട ഫോളോ അപ്പ് വെച്ചിരുന്നാൽ മതി. 100 മേളിൽ 2.5 ടൈംസിൽ കൂടുതൽ ഉണ്ടെങ്കിൽ 100 മേലുണ്ടെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്ത് വേറെ എന്തെങ്കിലും ഇതിന്റെ റീസൺ ആണോ അതിൽ സമ്മത റീസൺ ആണോ ഇവാലുവേറ്റ് ചെയ്തിട്ട് നമുക്ക് വി ക്യാൻ റീസ്റ്റാർട്ട്. സ്റ്റാർട്ടിൻ ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ളത് യൂഷ്വലി ക്ലിനിക്കലി ഭയങ്കര അൺകോമൺ ആയിട്ടാണ് നമുക്ക് കാണുന്നത്, അല്ലെ? ക്ലിനിക്കലി അങ്ങനെ കാണാറില്ലല്ലോ അങ്ങനെ. statins are actually not contraindicated in transaminitis എന്നാണ് latest. അതെ നമുക്ക് ജസ്റ്റ് ഫോളോ അപ്പ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ HBsAg പോസിറ്റീവ് പേഷ്യന്റ് HBsAg നെഗറ്റീവ് ആയി, ആ പേഷ്യന്റിന്റെ സ്റ്റാറ്റസ് എങ്ങനെയായിരിക്കും? നമ്മൾ എന്തെങ്കിലും പേഷ്യന്റ് പറയേണ്ടത്? അതെ, HBsAg നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ നമ്മൾ പേഷ്യന്റ് എപ്പോഴും നമുക്ക് പേഷ്യന്റ് പ്രൊട്ടക്ഷൻ ഉണ്ട്. ആന്റി HBs വന്നു കഴിഞ്ഞാൽ ആന്റി ഹെപ്പറ്റൈറ്റിസ് ബി സർഫസ് ആന്റിബോഡി പോസിറ്റീവ് ആണെങ്കിൽ മാത്രമേ നമുക്ക് പേഷ്യന്റ് ഇമ്മ്യൂൺ ആണെന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ വൺസ് HBsAg നെഗറ്റീവ് ആയാൽ ഈ പേഷ്യന്റ് കോർ ആന്റിബോഡി IgG ആന്റി HBc പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ വൺസ് എന്തെങ്കിലും ഒരു ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് സ്റ്റേറ്റ് വന്നു കഴിഞ്ഞാൽ ദേ ക്യാൻ ഇൻഫെക്ഷൻ റീആക്ടിവേഷൻ വരാം. അപ്പൊ DNA പോസിറ്റീവ് ആയിട്ട് വരാം വൺസ് ഒരു ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ. അപ്പം ആന്റി HBs പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് പേഷ്യന്റ് ഇമ്മ്യൂൺ ആണ് എന്ന് പറയാം, പ്രൊട്ടക്റ്റഡ് ഫ്രം ഇൻഫെക്ഷൻ എന്നുള്ളത് കൃത്യമായിട്ട് പറയാൻ പറ്റും. വാക്സിനേഷൻ ആവശ്യമുണ്ടോ? അല്ല, ആന്റി HBs ഉണ്ടെങ്കിൽ പിന്നെ വാക്സിനേഷന്റെ ആവശ്യം. ഒരു ക്വസ്റ്റ്യൻ, വാട്ട് ആർ സ്ക്രീനിംഗ് മാർക്കേഴ്സ് ഓഫ് ഹെപ്പറ്റൈറ്റിസ് ഇൻ ഹെൽത്തി അഡൾട്ട്സ്? ഡോക്ടർ അജിത കെ. Screening markers, healthy adults, we are doing hepatitis B surface antigen only. If it is positive only, then we are doing other markers. Madam, thanks, madam. Thanks, sir. Thanks. Sir, I think we can stop. Yes. Back to excellent presentation and another discussion. ഒരുപാട് ലെങ്തി ആയി പോയി. സോറി, ഞാൻ ഇടയ്ക്ക് ഒരുപാട് ചോദിച്ചു നോക്കി. ആ ഒരു GP ലെവലിലൊക്കെ ചോദിച്ചു എന്നുള്ളതേ ഉള്ളൂ. അപ്പം ബാക്ക് ടു അരുൺ സാർ ആൻഡ് ബെനറ്റ് സാർ. ഒറ്റ കാര്യമേ എനിക്ക് പറയാനുള്ളൂ, വളരെ നല്ല ഡിസ്കഷൻ ആയിരുന്നു, പിന്നെ നല്ല രീതിയിലുള്ള ടോക്കും ആയിരുന്നു. എന്തായാലും ഇതൊരു ഗുണകരമാണ് എന്നുള്ള ഉറപ്പായി. ഇനി ഞാൻ ഡോക്ടർ പൊന്നിയുടെ പേഴ്സണലി ചോദിക്കാം അവിടെ എന്തൊക്കെ ഫെസിലിറ്റീസ് എന്നുള്ള കാര്യം. ഇപ്പം വേണ്ട, ടൈം അത്രയ്ക്ക് നീണ്ടുപോയി. എന്തായാലും 2017 മുതൽ ഞാൻ അവിടെ ഉണ്ട്. നമ്മൾ എൻഡോസ്കോപ്പി കൊളോണോസ്കോപ്പി എല്ലാം ചെയ്യുന്നുണ്ട്. റീസെന്റ് ആയിട്ട് ERCP സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് റെഫറൻസ് വരാറുണ്ട് സാർ. അങ്ങനെ
കൊള്ളാം. നമ്മുടെ ഒരു ലൈനാണ്. ഡ്രഗ്സ് നമുക്ക് അവൈലബിൾ ആണ്, അപ്പൊ അത് എല്ലാവരിലും എത്തിക്കാൻ വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട്. അപ്പം പേഷ്യൻസ് ഞങ്ങൾക്ക് വിടുക. ഓക്കെ ഓക്കെ, എന്തായാലും കൊള്ളാം. അരുൺ, അരുൺ. താങ്ക് യു സാർ. താങ്ക് യു ഉണ്ട്. താങ്ക് യു സാർ. വളരെ നല്ല പ്രസന്റേഷൻ ആയിരുന്നു എന്ന് ഞാൻ കൂടി പറയേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം എല്ലാവരും ഇവിടെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത 102 പേരും പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് നമുക്ക് ഇനി ഇവിടെ ആരെങ്കിലും എന്തെങ്കിലും പറയാനായിട്ടുണ്ടെങ്കിൽ അഭിപ്രായം പറയാനും അധികമായിട്ട് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാനും സജഷൻസ് എന്തെങ്കിലും ചോദിക്കാനോ ഉണ്ടെങ്കിൽ സംസാരിക്കണം എന്നുള്ളവർക്ക് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. പ്രവീണുണ്ട്. പ്രവീണുണ്ടോ? വേറെ മീറ്റിംഗിലായിരിക്കും. കുഴപ്പമില്ല. ഡോക്ടർ സുനിതയൊക്കെ ഉണ്ടല്ലോ. സുനിത, നമ്മുടെ വൈസ് പ്രസിഡന്റ് സുനിത മാഡം രണ്ടുപേർക്ക് സംസാരിക്കും. സുനിത മാഡം ഉണ്ടല്ലോ. ഡോക്ടർ സുനിത പറഞ്ഞു. ഡോക്ടർ പൊന്നി, ഭയങ്കര വണ്ടർഫുൾ ക്ലാസ് ആയിരുന്നു കേട്ടോ. ഭയങ്കര ഇൻഫോർമേറ്റീവ്. കാരണം GPസിന് എല്ലാവർക്കും എനിക്ക് തോന്നുന്നു എല്ലാവരും വളരെ ആക്റ്റീവായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചു. മോഡറേറ്റർ സജിത് സാറും വളരെ നല്ല രീതിയിലെല്ലാം ക്വസ്റ്റ്യൻസ് ചോദിച്ചു. വളരെ ഉപകാരപ്രദമായ. താങ്ക് യു മാഡം. താങ്ക് യു. നമ്മുടെ അടുത്ത ആഴ്ചത്തെ പ്രോഗ്രാം റെഡ് ഐ ആണ്. അപ്പൊ എല്ലാവരും അത് നമുക്ക് ജനറൽ പ്രാക്ടീസിൽ അറിയാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ഡോക്ടർ ജയലക്ഷ്മിയാണ് പ്രസന്റ് ചെയ്യുന്നത്, സീനിയർ മോസ്റ്റ് ഓഫ്താൽമോളജിസ്റ്റ് ഇൻ അവർ സർവീസ്. അതുകൊണ്ട് അടുത്തതും എല്ലാവർക്കും അതിന്റെ മെസ്സേജ് എല്ലാവരെയും അറിയിക്കണം. നമ്മുടെ ജോയിന്റ് സെക്രട്ടറി സജീന ഉണ്ട്. സജീന. ഹലോ, ഗുഡ് ഈവനിങ് ഓൾ. പൊന്നിയുടെ ക്ലാസ്സും സജിത് സാറിന്റെ മോഡറേഷൻ കൂടെ ആയപ്പോഴത്തേക്ക് ശരിക്കും ഒരു അക്കാഡമിക് ഫീസ്റ്റ് തന്നെ ആയിരുന്നു. ആസ് യൂഷ്വൽ അക്കാഡമിക്സ് വരുമ്പോൾ സജിത് സാറൊക്കെ എപ്പോഴും ആക്റ്റീവ് ആകുന്ന പോലെ നല്ലൊരു ഇന്ററാക്റ്റീവ് സെഷനും ആയിരുന്നു. അപ്പം ഇനിയും ഇതുപോലുള്ള ടോപ്പിക്സുമായിട്ട് പൊന്നിയും ഒക്കെ മുമ്പോട്ട് വരണം എന്നാണ് ഞാൻ പറയുന്നത്. നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു. ഇനി ആരെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരിക്കാം. നമ്മുടെ സെക്രട്ടറി പത്മപ്രസാദ് ക്ലാസ്സിനെ കുറിച്ച് എന്തെങ്കിലും പറയാൻ? അല്ല സാർ, എല്ലാവരും പറഞ്ഞു കഴിഞ്ഞല്ലോ. വളരെ പെരിഫറിയിലിരിക്കുന്ന ഡോക്ടേഴ്സിനും അതുപോലെ തന്നെ ഏത് കെയർ, ഏത് ടെർഷ്യറി കെയർ ആയിക്കോട്ടെ, പ്രൈമറി കെയർ ആയിക്കോട്ടെ, ഏത് ഹെൽത്ത് ഫെസിലിറ്റീസ് ഇരിക്കുന്ന ജനറൽ പ്രാക്ടീഷണേഴ്സ് ആയിക്കോട്ടെ, കൺസൾട്ടൻസ് ആയിക്കോട്ടെ, എല്ലാവർക്കും എഫക്റ്റീവ് ആയിട്ട് എങ്ങനെ ഒരു പേഷ്യന്റ് ഡീൽ ചെയ്യണം എന്നുള്ള വളരെ വ്യക്തമായിട്ട് പൊന്നിമേഡം ക്ലാസ് എടുത്തു. അതുപോലെ തന്നെ സജിത് സാറ് വളരെ സിംപ്ലിഫൈ ചെയ്ത് നമ്മൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ചോദ്യങ്ങൾ തന്നെയാണ് സാറ് ആദ്യമേ ചോദിച്ചത്. അതുകൊണ്ട് വളരെ ഉപകാരപ്രദമായിരുന്നു. ഇതുപോലത്തെ നമുക്ക് കോമൺ പ്രാക്ടീസിൽ ഫേസ് ചെയ്യുന്ന കാര്യങ്ങളെ പറ്റി ഉള്ള ഡിസ്കഷൻസ് ആണ് നമ്മൾ ഇതുപോലത്തെ ഒരു പ്ലാറ്റ്ഫോം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബെനറ്റ് സാറും പ്രവീൺ സാറും അത് വളരെ എഫക്റ്റീവായിട്ട് ഹാൻഡിൽ ചെയ്യുന്നുള്ള വളരെ സന്തോഷമുള്ള കാര്യം. താങ്ക് യു സാർ. താങ്ക് യു. ഇനി സമയം ആർക്കൊന്നും പറയാനില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഇതിനെക്കുറിച്ച് 2 വാക്ക് സംസാരിച്ച ശേഷം ഔപചാരികമായിട്ട് അറിയിക്കാനായിട്ട് നമ്മുടെ ജില്ലാ ട്രഷറർ കെ ബാബു സാറിനെ ക്ഷണിക്കും. Thank you, sir. It was an excellent topic and excellent talk. I hereby extend my sincere thanks to Speaker Dr. Ponni, Moderator Sajid sir, our beloved Dr. Bennett Silem sir, Praveen, District President, Arun sir, District Secretary, and each and one present today for this excellent topic. Thank you very much. Thank you. Good night. Thank you. നമുക്ക് മീറ്റിംഗ് അവസാനിച്ചതായിട്ട് അറിയിക്കുന്നു. താങ്ക് യു. താങ്ക് യു ഓൾ. ഗുഡ് നൈറ്റ്.